ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു, പക്ഷേ ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു. ഓക്കെ, അപ്പം പിതാക്കന്മാർ എന്ത് ചെയ്തു? അവർ പാപം ചെയ്തു, അവർ കർത്താവിൻ്റെ കൽപ്പനകളെ ലംഘിച്ചു, അവർ ആരാധന നടത്തി, അവർ വിച്ച് ക്രാഫ്റ്റ് ചെയ്തു, അവർ ഓരോ പാപങ്ങൾ ചെയ്തു, ഓരോരോ അകൃത്യങ്ങൾ ചെയ്തു, അവർ സന്തോഷത്തോടെ മരിച്ചു. പക്ഷേ ഇപ്പോൾ ഇവിടെ വചനം പറയാണ്, ഞങ്ങൾ അവരുടെ തലമുറകൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അകൃത്യങ്ങൾ, അവർ ചെയ്ത പാപത്തിൻ്റെ ഈ ഒരു എഫക്റ്റ് അവർ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ആ പിതാക്കന്മാരിൽ നമ്മളുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ആദം പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചത്? ആദത്തിനകത്ത് സകല മനുഷ്യരും ഉണ്ടായിരുന്നത് കൊണ്ട് വചനം പറയുന്ന ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം സകലരും പാപം ചെയ്തുകൊണ്ട് സകലരുടെ മേലും എന്ത് വ്യാപിച്ചു? മരണം വ്യാപിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരാണ് പാപം ചെയ്തത്, പക്ഷേ അവരുടെ അകത്തു നിന്ന് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ അകത്തു നിന്നാണ് ശരിക്കും താഴോട്ടുള്ള തലമുറകളെല്ലാം വന്നത്. അവരുടെ അകൃത്യങ്ങൾ എന്ത് ചെയ്തു? അവരുടെ അകൃത്യങ്ങൾ ഇപ്പോൾ ഫ്യൂച്ചർ ജനറേഷൻ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാരണമില്ലാതെ ഒരു കേഴ്സ് ഒരു കാരണവശാലും ട്രിഗർ ചെയ്യപ്പെടത്തില്ല. ഞാൻ അതിന് ആധാരമായിട്ടൊരു വചനം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. പ്രോവർബ്സ് 26:2. ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 26-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരുന്നു, പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. അപ്പോൾ ഒരു കേഴ്സ് അത് ട്രിഗർ ചെയ്യുന്നത് എന്താണ്? ശരിക്കും ഒരു കോസാണ്, ഒരു കാരണമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ ഒരു കാര്യവും ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്നില്ല. നത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ഹാപ്പനിങ് ആക്സിഡൻ്റ്. നോ, നത്തിങ്. ഹല്ലേലൂയ. ഇപ്പോൾ റോഡിൽ നടക്കുന്ന ഒരു ആക്സിഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റേപ്പ് ആയിക്കോട്ടെ, ഒരു സൂയിസൈഡ് ആയിക്കോട്ടെ, യുദ്ധങ്ങളായിക്കോട്ടെ, കൊലപാതകങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഈ ഭൂമിയിൽ നടക്കുന്ന ഒന്നും ആക്സിഡൻ്റായിട്ട് നടക്കുന്നില്ല. So when you closely look into a problem, then only you will know that there are spirits behind that problem. ഹല്ലേലൂയ. അപ്പോൾ ഓരോ കാര്യത്തെ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് കാണാൻ നോക്കുമ്പോൾ, നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകളിലൂടെ അതിനെ വിവേചിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് പിന്നിലുള്ള സ്പിരിച്വൽ ആക്ടിവിറ്റികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പറയും ഇത് വെറുതെ നടന്നതാണ്. അപ്പോൾ ഒരു കേഴ്സ് എഫക്റ്റഡ് ആവണമെങ്കിൽ, ഒരു കേഴ്സ് വർക്കാകണമെങ്കിൽ ആദ്യം അതിനൊരു കാരണമുണ്ടാകണം. ഹല്ലേലൂയ. അപ്പോൾ ആ കാരണത്തെ കറക്റ്റ് ചെയ്യാതെ ആ കേഴ്സ് ചെയ്യത്തില്ല, പോകത്തില്ല. ഹല്ലേലൂയ. സോ ഇൻ ദ റെലം ഓഫ് ദ സ്പിരിറ്റ് ദാറ്റ് വിൽ കണ്ടിന്യൂ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ശരിക്കും ഒരു മനുഷ്യൻ, ഇപ്പോൾ എൻ്റെ അകത്തു നിന്നാണ് ശരിക്കും ജോയലും ഗ്ലോറിയയും ജെസിക്കയും പുറത്തു വന്നത്. ഹല്ലേലൂയ. സോ അവർ ജനിക്കുന്നതിന് മുമ്പ് അവരെവിടെയായിരുന്നു? ശരിക്കും എൻ്റെ അകത്തായിരുന്നു. സോ വെൻ ഐ കമ്മിറ്റ് എ സിൻ, ദ ഫ്യൂച്ചർ ജനറേഷൻസ് ആർ ഓൾറെഡി ബീൻ അഫക്റ്റഡ്. എന്നിൽ നിന്ന് പുറത്തു വരുന്ന ജനറേഷൻസ്, ഇപ്പോൾ ജോയലിൽ നിന്ന് പുറത്തു വരുന്ന ജനറേഷനും ഓൾറെഡി എന്ത് ചെയ്തു? അഫക്റ്റഡ് ആയി. കാരണം എന്നിൽ നിന്നാണ് അതെല്ലാം വരുന്നത്. കാരണം ജോയലിൻ്റെ കുഞ്ഞും ആരിലുണ്ട്? എൻ്റെ അകത്തുണ്ട്. ജോയൽ എൻ്റെ മകനാണ്. ശരിക്കും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ, ജോയൽ ഈസ് മൈ സൺ. സോ ഞാനൊരു പാപം ചെയ്യുമ്പോൾ, ഞാനൊരു തിന്മ പ്രവർത്തിക്കുമ്പോൾ ആ ഫ്യൂച്ചർ ജനറേഷൻസ് എല്ലാം എന്താണ്? ശരിക്കും അഫക്റ്റഡ് ആവുന്നു. ഹല്ലേലൂയ. താങ്ക് യു, വണ്ടർഫുൾ ലോർഡ്. അപ്പോൾ ഒരു ശാപം അത് വർക്ക് ചെയ്യണമെങ്കിൽ ദെയർ മസ്റ്റ് ബി എ കോസ്, അതിനൊരു കാരണം ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പോൾ ആ കാരണം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാരണം ഇറ്റ് ഗീവ്സ് ദ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ടു ഡിസ്ട്രോയ് ദ ഫ്യൂച്ചർ ജനറേഷൻസ്. ഹല്ലേലൂയ. അപ്പോൾ റെലം ഓഫ് ദ സ്പിരിറ്റിൽ ശരിക്കും ഒരു ഫ്യൂച്ചർ ജനറേഷനെ നശിപ്പിക്കാൻ ഒരു കവനൻ്റ് അല്ലെങ്കിൽ ഒരു വെസൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിഗ്രഹാരാധന ചെയ്തു, അല്ലെങ്കിൽ ഒരു ബ്ലഡ് സാക്രിഫൈസ് ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ബ്ലഡ് സാക്രിഫൈസ് ചെയ്തപ്പോൾ ദാറ്റ് ഈസ് ദ കോസ് ഓഫ് എ കേഴ്സ്. അപ്പോൾ ആ ഒരു കോസ് എന്ത് ചെയ്യുന്നു? ആത്മീയ റലത്തിൽ, ഇൻ ദ റെലം ഓഫ് ദ സ്പിരിറ്റ്, ഇറ്റ് ക്രിയേറ്റ് എ വെസൽ, ഒരു ലീഗൽ കവനൻറ്റ്, ഒരു ലീഗൽ എഗ്രിമെൻ്റ് കൊടുക്കുകയാണ്. ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ജനറേഷനിലും എന്ത് ചെയ്യുന്നു? ആ കേഴ്സ്, അതിൻ്റെ എഫക്റ്റ് വർക്ക് ചെയ്യാൻ ഒരു ലീഗൽ കവനൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കോസ് എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ക്രിയേറ്റ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ ഫ്യൂച്ചർ ജനറേഷൻസ്. അപ്പോൾ പ്രോഗ്രാം ചെയ്ത് വെക്കുമ്പോൾ ഒരു സ്പിരിച്വൽ പ്രോഗ്രാമിങ് പോലെയാണ് ശരിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് ഒരു കോസ്, ഒരു കാരണം ഉണ്ടാകുന്നു. ആ കാരണം ഒരു കേഴ്സിനെ ട്രിഗർ ചെയ്യുന്നു. ആ ട്രിഗർ എല്ലാ ഫ്യൂച്ചറിലും അഫക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്രോഗ്രാമിംഗ് സിസ്റ്റമാണ് ശരിക്കും. ഒരു സ്പിരിച്വൽ ലോ, ഒരു സ്പിരിച്വൽ സൂപ്പർ നാച്ചുറൽ സിസ്റ്റം ഈസ് ബീങ് ക്രിയേറ്റഡ്, ആൻഡ് ദാറ്റ് വിൽ ജസ്റ്റ് ഗോ ഇൻ എവറി ജനറേഷൻ. അല്ലെങ്കിൽ അൺലെസ് ആൻഡ് അൺടിൽ യു കറക്റ്റ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ്.
ലോർഡ് ഐ പ്രൈസ് ആൻഡ് താങ്ക് യു. ഹല്ലേലൂയ. അപ്പോൾ ഫ്യൂച്ചർ ജനറേഷൻ, നിങ്ങളാണിപ്പോൾ ഫ്യൂച്ചർ ജനറേഷൻ, നിങ്ങളാണ് ക്രിസ്തുവിനെ അറിഞ്ഞത്. നിങ്ങൾക്ക് ആ കേഴ്സിൻ്റെ എഫക്റ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ശക്തിയുണ്ട്, പവറുണ്ട്, ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട്, നിങ്ങൾ യേശു ക്രിസ്തുവിലായതുകൊണ്ട് ആ ഫ്യൂച്ചർ ജനറേഷനിൽ നിന്ന് കടന്നു വന്ന ആ വെസൽ നിങ്ങളിൽ കട്ട് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ജനറേഷനിലേക്ക് അത് പോകാത്ത വണ്ണം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക്. അത് ഓട്ടോമാറ്റിക് സംഭവിക്കുന്നതല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ശരിക്കും പല ആൾക്കാരും തർക്കിക്കുന്നൊരു സംഭവം. തർക്കിക്കുന്നവരോട് എനിക്ക് തർക്കിക്കാൻ താല്പര്യമില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ളവർക്ക് ശാപമില്ല, ക്രിസ്തുവിലുള്ളവർക്ക് ശാപമില്ല. കമോൺ. ഹല്ലേലൂയ. വെൻ ഐ കാസ്റ്റ് ഔട്ട് ദ ഡീമൺസ്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്റ്റഡീസിലോട്ടൊക്കെ എങ്ങനെയാണ് ശരിക്കും വരുന്നതെന്നറിയോ? വെൻ യു കാസ്റ്റ് ഔട്ട് ദ ഡീമൺസ്, ഹല്ലേലൂയ, ഡെലിവറൻസ് സർവീസ് ചെയ്യുമ്പോൾ ക്രിസ്തീയ വിശ്വാസികളുടെ ലൈഫിനകത്തുള്ള, വീണ്ടും ജനിച്ച വ്യക്തികളുടെ ലൈഫിനകത്ത് നേർക്ക് നേരെ നിന്ന് ഡീമൺസിനെ പുറത്താക്കുമ്പോൾ ദെൻ വി അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ്. ഹല്ലേലൂയ. ദെൻ ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ നിങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം യു വിൽ നെവർ നോ. ഐ മീൻ, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഐ എം ടെല്ലിങ് യു, ദിസ് ഇസ് എ റിയൽ സ്റ്റഫ്, ദിസ് ഇസ് എ റിയൽ തിങ്. It can go through generations, it can impact generations. It's like a magnet, it's like a spiritual programming. It can spoil you, and it comes in seasons and seasons. എല്ലാ സീസണിലും കാണണമെന്ന് നിർബന്ധമില്ല. ചില സീസണിൽ it will come and spoil, and it will do negative things because it has a legal covenant, legal agreements. ഹല്ലേലൂയ. അപ്പോൾ ഒരു കോസ് എന്ത് ചെയ്യുന്നു? ഒരു കോസ് ശരിക്കും ഇറ്റ് ഗിവ്സ് എ ലീഗൽ വെസൽ, ഒരു വെസൽ കൊടുക്കുന്നു ശരിക്കും ആത്മീയ മണ്ഡലത്തിൽ, സ്പിരിച്വൽ വേൾഡിനെ, ഒരു വ്യക്തിയുടെ ലൈഫിനെ നശിപ്പിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷ്മത ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അല്പം കൂടെ ആഴത്തിൽ അതിൻ്റെ അർത്ഥം പിടികിട്ടും. ഓക്കെ. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലേ, എടാ ഞാൻ ശരിക്കും അന്ന് ആ ജോലി ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് വരുമാനം ഉണ്ടായിരുന്ന സമയത്ത് അല്പം കൂടെ സൂക്ഷിച്ച് ഞാൻ പണം ചിലവാക്കിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു ബാധ്യത വരത്തില്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ. ഹല്ലേലൂയ. അതായത് ഞാൻ ജോലി ചെയ്ത സമയത്ത്, ഇപ്പം നിങ്ങളൊരു ഹ്യൂജ് ഫൈനാൻഷ്യൽ ക്രൈസിസിൽ പെട്ടുപോയെന്നിരിക്കട്ടെ, പക്ഷേ നിങ്ങൾ ചിന്തിക്കുകയാണ്, അന്ന് ഞാൻ ആ ജോലി ചെയ്ത സമയത്ത് അല്പം കൂടെ ഫൈനാൻസസ് അല്ലെങ്കിൽ പൈസ ഒന്ന് കുറച്ചുകൂടെ സൂക്ഷിച്ചും കണ്ടും ഒക്കെ ചിലവാക്കാനും നോക്കാനും ഒക്കെ എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ഞാനിപ്പം അനിത സിസ്റ്റർ പറയുന്നത് യെസ്. ഓക്കെ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അന്ന് ഹല്ലേലൂയ നിങ്ങളിൽ ഇല്ലായിരുന്ന ആ വിസ്ഡമാണ് ശരിക്കും എന്താണ്? ഇറ്റ് വാസ് ദൻ എഫക്റ്റ് ഓഫ് എ കേഴ്സ്. ഹല്ലേലൂയ. ദെർ വാസ് എ ക്ലൗഡ് ഓവർ യുവർ ലൈഫ്. There was a cloud over your life, hiding that wisdom. That is curse. Oh Lord, I praise and thank you. Hallelujah. Thank you. ഇപ്പം ചിലർ ചിന്തിക്കത്തില്ലേ, എടാ എൻ്റെ ദൈവമേ, തകർന്ന തരിപ്പണമായ വിവാഹ ജീവിതം, അന്ന് ഞാൻ ആ ഭാര്യയെ ചൂസ് ചെയ്യാൻ നേരം, എടാ ഇന്ന കാര്യങ്ങളോടുള്ള ഒരുത്തിയെ ചൂസ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ഞാൻ ആ ഭർത്താവിനെ ചൂസ് ചെയ്യാൻ നേരം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളും കൂടെ ഉള്ള ഒരാളെ ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് നിങ്ങൾ ഇന്ന് ചിന്തിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. അപ്പോൾ അന്ന് നിങ്ങൾ ചിന്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും? ബിക്കോസ് ദെർ വാസ് എ ക്ലൗഡ് കവറിങ് ആൻഡ് റിമൂവിങ് ദാറ്റ് വിസ്ഡം ഫ്രം യു. ദാറ്റ് വാസ് കേഴ്സ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത് ശരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് പൈസ സൂക്ഷിക്കാതിരിക്കാൻ അത് മറച്ചു വെച്ച ആ ക്ലൗഡാണ് കേഴ്സ്. ഓ ലോർഡ്, ഐ പ്രൈസ് ആൻഡ് താങ്ക് യു. ഹല്ലേലൂയ. അതാണ് ദാറ്റ് വാസ് എ കേഴ്സ് ദാറ്റ് വാസ് ആക്ച്വലി ഇൻ ദ സ്പിരിറ്റ്. ഇറ്റ്സ് ലൈക്ക് എ ക്ലൗഡ് ഹൈഡിങ് ദാറ്റ് വിസ്ഡം ഫ്രം യു. നിങ്ങളിൽ നിന്ന് ആ വിസ്ഡത്തെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുക, ആ അറിവിനെ, ആ നോളജിനെ. സോ യു ഫോൾ ഇൻ ടു ദ ട്രാപ്പ്. Hallelujah. And that came and worked into your generations and your season, and now you're broken. Oh holy and wonderful Jesus. Hallelujah. എത്ര പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിൻ്റെ സമയത്ത് ഇന്നും കൂടെ കാര്യം കൂടെ ചിന്തിച്ചിരുന്നെങ്കിൽ, ഇന്ന കാര്യം കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ആ ശ്രദ്ധയില്ലാതെ പോയ, അത് നിങ്ങളെ ഹൈഡ് ചെയ്ത ആ സംഭവമാണ് ശരിക്കും കേഴ്സ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും കേഴ്സ് ഈസ് ലൈക്ക് എ ഇൻവിസിബിൾ പവർ. ഓക്കെ, ഇറ്റ്സ് എൻ ഇൻവിസിബിൾ പവർ. ഇറ്റ്സ് ലൈക്ക് എ ഡാർക്ക് ക്ലൗഡ്, അല്ലെങ്കിൽ കറത്തിരണ്ട ഒരു മേഘം പോലെ ഒരു വ്യക്തിയുടെ ആത്മീയ മണ്ഡലത്തിനകത്ത് ആ കേഴ്സിൻ്റെ എഫക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ലൈഫിനകത്തുനിന്ന് വിസ്ഡം, നോളജ്, റെവലേഷൻസ്, ബ്ലെസ്സിങ് അതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ഹൈഡിങ്. ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് ദ കേഴ്സ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് യു ഹാവ് ടു സഫർ.
ഹല്ലേലൂയ. പിന്നീട് ഞാൻ പറഞ്ഞു പ്രോവബ്സ് ചാപ്റ്റർ 3:33, അതിനകത്ത് പറഞ്ഞു ദുഷ്ടരുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശാപം പതിക്കുന്നു, എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അപ്പോൾ എ കേഴ്സ് ഈസ് കമ്മിങ് അപ്പോൺ എ ഫാമിലി. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഫാമിലിയുടെ മേലാണ് ശരിക്കും ആ കേഴ്സ് വന്ന് പതിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 3rd ജനറേഷന് മുമ്പുള്ള ഒരു വ്യക്തി ശരിക്കും പാപം ചെയ്തപ്പോൾ ആ വ്യക്തിയുടെ അകത്തുണ്ടായിരുന്ന സകലരിലേക്കും അതിൻ്റെ എഫക്റ്റ് കടന്നു വരുവാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ശരിക്കും ഈവൻ താങ്ക് യു ജീസസ്, എത്ര കാലം വേണേലും മാറ്റി വയ്ക്കാം. ഓക്കെ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈവൻ ഡീമൺസ് ക്യാൻ എൻ്റർ ഇൻ പ്രഗ്നൻസി. ഹല്ലേലൂയ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ഒരു കുഞ്ഞിലേക്ക് ഒരു ഡിമോണിക് സ്പിരിറ്റിനെ എൻ്റർ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. സോ വെരി കെയർഫുൾ. സിസ്റ്റേഴ്സായിട്ടുള്ളവർ എന്നെ കാണുന്നവർ ദയവേത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ബി വെരി വെരി കെയർഫുൾ. ഹല്ലേലൂയ. ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞ് ഒരു ഡിമോണിക് സ്പിരിറ്റ് പൊസസ്ഡ് ആയിട്ട് ജനിച്ച് വീഴാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ. ഹല്ലേലൂയ. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിനകത്ത് ആ ഡിമോണിക് സ്പിരിറ്റിൻ്റെ മാനിഫെസ്റ്റേഷൻസ് കാണാൻ പോകുന്നത് 20 വയസ്സിലും 30 വയസ്സിലും 40 വയസ്സിലും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്ത് കാണുന്നത് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രഗ്നൻസി പീരീഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദയവേത് സഹോദരന്മാർ ഇനി ആരെങ്കിലും ഹല്ലേലൂയ വിവാഹത്തിലോട്ടൊക്കെ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഇൻ ദ ടൈം ഓഫ് പ്രഗ്നൻസി വെരി വെരി കെയർഫുൾ. സേറ്റൻ ഓൾവേസ് ലുക്കിംഗ് ഫോർ എ ഡോർ. നിങ്ങൾ ഈ ഡെലിവറൻസ് സർവീസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇറ്റ്സ് എ ലീഗൽ സിസ്റ്റം. ഗോഡ് ഓൾസോ മൂവ് ലീഗലി, സേറ്റൻ ഓൾസോ മൂവ് ലീഗലി. അല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് താമസിക്കുന്നതിൻ്റെ കാര്യം. കാരണം നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ വേണ്ടി കർത്താവ് വരുമ്പം ദർ ഇസ് എ ലീഗൽ സിസ്റ്റം ദറ്റ് അക്യൂസസ് ഗോഡ്, ദറ്റ് ഇസ് സേറ്റൻ. ഹല്ലേലൂയ. സാത്താൻ പറയും ഇന്ന പ്രവൃത്തികൾ ഈ വ്യക്തികളുടെ ലൈഫിനെതിരെ നിൽക്കുന്നു, സോ ഇറ്റ് കാൺ ബ്ലസ്. ഹല്ലേലൂയ. സോ ദിസ് ഈസ് വെരി വെരി റിയൽ തിങ്. എനിക്കതൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു ശരിക്കും. ഐ നെവർ ന്യൂ ദിസ്. ഈവൻ ജനറേഷണൽ കേഴ്സസ് എന്ന് പറഞ്ഞ സംഭവം പോലും നിങ്ങൾക്ക് അറിയാം. നമ്മളിപ്പോൾ ഇവിടെ ലൈവ് ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 1 വർഷവും ശരിക്കും 3 മാസവുമാണ് ലൈവ് ശുശ്രൂഷ തുടങ്ങിയിട്ട്. എന്നെ എപ്പോഴും 1.5 വർഷമായിട്ട് ജോയിൻ ചെയ്യുന്ന അജിത് ബ്രദറിന്, ലിസി സിസ്റ്റർ, ആഷ സിസ്റ്റർ, എല്ലാവർക്കും അറിയാം. ഒത്തിരി പേര് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം നമുക്കിങ്ങനെ ഒരു ജനറേഷണൽ കേസ് എന്ന സബ്ജക്റ്റ് എങ്ങനെ എൻ്റെ മനസ്സിലെങ്ങും വന്നിട്ടില്ല. ഹല്ലേലൂയ. ഇതിനകത്തൊരു ബോധം കിട്ടുന്നത് ഈ അടുത്ത സമയത്താണ്. വെൻ ദ ഹോളി സ്പിരിറ്റ് ഓപ്പൺ എ ഗേറ്റ് വി ഗെറ്റ് ദ അണ്ടർസ്റ്റാൻഡിങ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ശരിക്കും ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്താൽ ഹോളി സ്പിരിറ്റ് ഓപ്പൺ ചെയ്ത് തരത്തില്ല. നിങ്ങളൊരു ഡോർ അടച്ചു കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഫോഴ്സ് ചെയ്ത് ഇത് പഠിക്കുമെന്ന് പറഞ്ഞ് നോ. ഹോളി സ്പിരിറ്റ് വെൻ യു സ്പീക്ക് ടു അസ് ദർ ഈസ് എൻ ഏരിയ ലൈക്ക് ദിസ്, പീപ്പിൾ ആർ സഫറിങ്. അതാണ് ശരിക്കും നമ്മൾ ഇങ്ങനൊരു വിഷയം പബ്ലിക്കായിട്ട് എടുക്കാൻ കർത്താവ് അനുവദിക്കുന്നതിൻ്റെ കാര്യം. നമുക്കറിയാം സെക്ഷൽ ഡ്രീംസ് ഇതുപോലൊരു വിഷയമായിരുന്നു. ഹല്ലേലൂയ. ആരും അത് കേരളത്തിലെങ്ങും പറഞ്ഞിട്ടില്ല. ഇന്നും ആ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ 2 ദിവസം മുമ്പ് പോലും ഒരു സഹോദരി, ബ്രദർ ഐ ഗോട്ട് ഡെലിവറൻസ്. ഹല്ലേലൂയ. സോ ഇറ്റ്സ് എ റിയാലിറ്റി. ഇതെല്ലാം ക്രിസ്ത്യൻസാണ്, ഇതെല്ലാം ബോൺ അഗെയിൻ ബിലീവേഴ്സാണ്. ഹല്ലേലൂയ. ഞാൻ കള്ളത്തരമായിട്ട് പറയുന്ന കാര്യമല്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും ഡെലിവറൻസ് സർവീസ് ഞാൻ ഓൺലൈനായിട്ട് സൂം മീറ്റിങ്ങിലൂടെ ഡെലിവറൻസ് ചെയ്ത പല വ്യക്തികളുണ്ട്. യു ഹോൾ ആർ ക്രിസ്ത്യൻസ് അല്ലേ? നിങ്ങളെല്ലാം ഭാഷാവരുത്തി സംസാരിക്കുന്നവരാണ്, വാട്ടർ ബാപ്റ്റിസം എടുത്തവരാണ്, എല്ലാം എടുത്തവരാണ് ശരിക്കും. ഹല്ലേലൂയ. ബട്ട് വേർ ഈസ് ദീസ് ഡീമൺസ് ആർ കമ്മിങ് ഔട്ട്? ബിക്കോസ് ദേ ആർ ഹൈഡിങ് ഇൻ യുവർ റെലം ഓഫ് ദ സോൾ ആൻഡ് ദ ബോഡി. ഹല്ലേലൂയ. അതാണ് ശരിക്കും ഇന്ന് ആൾക്കാർക്ക് അറിയാൻ പറ്റാത്തത്. സാത്താൻ ഈസ് ഭയങ്കര, സേറ്റൻ ഈസ് വെരി കണ്ണിങ്. Is very cunning. He is very clever. Hallelujah. Thank you, Jesus. Always want to hide it. He always want to hide. സാത്താൻ്റെ ശക്തി ഇരിക്കുന്നത് എവിടെയാണെന്നറിയോ? ശരിക്കും അവൻ്റെ രഹസ്യം ഇരിക്കുന്നത് നമ്മുടെ ഇഗ്നറൻസിലാണ്, നമ്മുടെ അറിവില്ലായ്മയാണ് അവൻ്റെ പവർ. ഓ ലോർഡ് ജീസസ്, എത്ര പേർക്കത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ അവൻ്റെ ഇപ്പം ഈ ജനറേഷണൽ കേഴ്സ് പോലുള്ള വിഷയം നമ്മൾ പബ്ലിക്കായിട്ട് ആൾക്കാർ പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കിങ്ഡം മുഴുവൻ നിനക്കെതിരെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വിഷയത്തിനകത്ത് ആൾക്കാർക്ക് അറിവ് കിട്ടുക. ഇതുവരെ ചിന്തിച്ചത് സഹനമാണെന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണല്ലോ, സഹനങ്ങളില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയാണല്ലോ പിശാച് പഠിപ്പിച്ച് വെച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം സഹനമാണ്, ഇതെല്ലാം സഹിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയുമായിരുന്നു, ശരിക്കും 65 വയസ്സായി, ലൈഫിനകത്ത് ഒരു പുരോഗതിയില്ല. 65-70 വയസ്സായിട്ടും യാതൊരു പുരോഗതിയും ലൈഫിനകത്തില്ല, ഒരു പുരോഗതിയില്ല. ഹോൾ ഓഫ് ഹിസ് ലൈഫ് ആലോചിച്ച് നോക്കിയേ, മുഴുവൻ ജീവിതവും എന്ത് ചെയ്തു? തകർന്ന് തരിപ്പണമായി. ദർ ഇസ് നോ ഹോപ്പ് ഇൻ ഹിസ് ലൈഫ്. ഹല്ലേലൂയ. എല്ലാം
ബിസിനസ് ചെയ്ത് തകർന്നു, പിള്ളേരുടെ ജീവിതമായിക്കോട്ടെ, വ്യക്തിപരമായ ജീവിതമായിക്കോട്ടെ, ആത്മീയ ജീവിതം, ക്രിസ്ത്യനാണ്, ബോൺ അഗെയിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഐ നോ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷേ 65 വയസ്സും പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 65 വർഷത്തെ ജീവിതം, ഇറ്റ്സ് ഓൾ ജസ്റ്റ് എ വേസ്റ്റ്. ഡു യു നോ വൈ? ഇറ്റ്സ് ബിക്കോസ് ലാക്ക് ഓഫ് നോളജ്, ഇഗ്നറൻസ്, അറിവില്ല. പിശാച് പ്രവർത്തിക്കുന്ന രീതികളെക്കുറിച്ച് അറിവില്ല. അപ്പോൾ പിശാചിൻ്റെ പവർ ഇരിക്കുന്നത്, അവൻ്റെ ശക്തി ഇരിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയിലാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു റലം നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ അവൻ്റെ ഹോൾ കിങ്ഡം വിൽ കം എഗനിസ്റ്റ് ആൻഡ് അറ്റാക്ക് യു. ഹല്ലേലൂയ. അപ്പോൾ അത് ഹോളി സ്പിരിറ്റിൻ്റെ കൃപയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ പറയുന്നത് കൊണ്ടാണ് ശരിക്കും നമ്മളിത് സംസാരിക്കുന്നത്. എനിക്ക് ജനറേഷണൽ കേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു until the Holy Spirit gave me some understanding recently. Hallelujah, recently. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? പ്രിയപ്പെട്ട ദൈവങ്ങളെ, എപ്പോഴും ഞാൻ പറയണത്, ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരു ഓപ്പൺ ഹാർട്ട് വേണം. അല്ല, പഠിക്കാനുള്ള I'm not boasting or anything. One of my strength is my ability to learn. Hallelujah. പഠിക്കാനുള്ള എൻ്റെ ആഗ്രഹമാണ് ശരിക്കും എൻ്റെ ഒരു സ്ട്രെങ്താണ്. നമുക്കറിയാം, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വാട്ട് ഈസ് യുവർ വീക്ക്നെസ്. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വിഷയം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ജനറേഷണൽ കേഴ്സിൻ്റെ വിഷയമാണെങ്കിലും, ഐ ജസ്റ്റ് വാണ്ട് ടു ഫ്ലോ ഇൻ ദ സ്പിരിറ്റ്. വാട്ട് എവർ ദ ഹോളി സ്പിരിറ്റ് ഈസ് ആസ്കിങ് മീ ടു സ്പീക്ക്, ഐ ജസ്റ്റ് സ്പീക്കിംഗ്. ആർക്കെങ്കിലുമൊക്കെ അത് പ്രയോജനപ്പെടും. ഹല്ലേലൂയ. ബി എ ലേണർ. ഹല്ലേലൂയ. എപ്പോഴും പഠിക്കാനുള്ള ഒരു ഹൃദയം, പഠിക്കാനുള്ളൊരു മനസ്സെപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ഒരു ഡീമൻ പുറത്തു പോയില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാമേ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് വേണ്ടി ശരിക്കും ഡെലിവറൻസ് ചെയ്യുന്ന സമയത്ത്, ഈ ഡെലിവറൻസ് എന്ന് പറയുമ്പോൾ യു മസ്റ്റ് ബി വെരി മച്ച് കണക്റ്റഡ് ടു ദ ഹോളി സ്പിരിറ്റ്. കാരണം ഒരു ഡിമോണിക് സ്പിരിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാതെ ആ സ്പിരിറ്റ് പുറത്തു പോകത്തില്ല. ഇപ്പം നിങ്ങളൊരു ജനറലായിട്ട് ഇപ്പോൾ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു സുവിശേഷകനോ വന്നു യേശുവിൻ്റെ നാമത്തിൽ പിശാചെ പുറത്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെല്ല പോലും അവിടെ അനങ്ങത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. ചുമ്മാ നമ്മൾ കുറേ തൊണ്ട പൊട്ടി കരഞ്ഞ് ബഹളം വെച്ചെന്നല്ലാതെ അവിടെ ഒരു കാരണം എന്നറിയാം, ദ പവർ ഓഫ് ഡിമോണിക് സ്പിരിറ്റ് ആർ ബ്രോക്കൺ വെൻ യു അനൗൺസ് ദിയർ നെയിംസ്. അല്ലെങ്കിൽ അവരുടെ പേര് പറയുമ്പോഴാണ് അവരുടെ പവർ ബ്രേക്ക് ആവുന്നത്. കാരണം അവരുടെ ശക്തി നമ്മുടെ അറിവില്ലായ്മയിലാണല്ലോ ഇരിക്കുന്നത്. അവരുടെ പവർ ഇരിക്കുന്ന നമ്മുടെ അറിവില്ലായ്മയില്ല. അതുകൊണ്ടാണ് സാത്താൻ ഇപ്പോഴും ഹീസ് എ ഹിഡൻ പവർ അല്ലേ. അതുകൊണ്ടല്ലേ പല ആൾക്കാരും സാത്താൻ ഇല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം തന്നെ അതാണ് അവൻ്റെ ശക്തി, നമ്മുടെ ഇഗ്നറൻസ്. അപ്പോൾ ഒരു ഡിമോണിക് സ്പിരിറ്റ് ശരിക്കും അഭിഷേകം കിട്ടിയിട്ട് നഷ്ടപ്പെട്ടാൽ വീണ്ടും തിരിച്ചു കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ബ്രദറെ, ഇഫ് യു റിപ്പന്റ് ഗോഡ് വിൽ റീസ്റ്റോർ യു ബാക്ക്. ഹല്ലേലൂയ. ആരും പെർഫെക്റ്റ് അല്ല ബ്രദറെ. ശരിക്കും ഒരു ബ്രദർ ചോദിക്കുന്ന, അഭിഷേകം കിട്ടിയിട്ട് നഷ്ടപ്പെട്ടാൽ വീണ്ടും തിരിച്ചു കിട്ടുമോ? ബ്രദർ, തീർച്ചയായിട്ടും ഹൃദയം നുറങ്ങി കർത്താവിൻ്റെ മുമ്പിൽ അനുതപിച്ചാൽ, കർത്താവെ എന്നെ തിരിച്ച് ആ അഭിഷേകത്തിലേക്ക് പുനഃസ്ഥാപിക്കണമെന്ന് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, ഹീസ് എ മെർസിഫുൾ ഗോഡ്. ഞാൻ പറഞ്ഞില്ലേ, Exodus 34:6, ഹീസ് എ മെർസിഫുൾ ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ അഭിഷേകം നഷ്ടപ്പെടാം. ഇറ്റ്സ് പോസിബിൾ. നിങ്ങളുടെ കൃപാവരങ്ങളുടെ അതിനകത്ത് നിങ്ങൾക്ക് ജ്വലനം നഷ്ടപ്പെടാൻ പറ്റും. ഇറ്റ്സ് പോസിബിൾ. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ലൈഫല്ല. ഇറ്റ്സ് എ വെരി ടർബുലൻറ്റ് ലൈഫാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അഭിഷേകം നഷ്ടപ്പെടാം, കൃപാവരങ്ങളുടെ ജ്വലനം നഷ്ടപ്പെടാം, ശുശ്രൂഷയ്ക്കകത്ത് തന്നെ തളർച്ച നേരിടാം. ഇതെല്ലാം സാധിക്കും. ഇതെല്ലാം പറ്റുന്ന കാര്യമുണ്ട്. ഇതെല്ലാം നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിലേക്ക് നമ്മൾ പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ യു മസ്റ്റ് ഹാവ് എ ഓപ്പൺ ഹാർട്ട്. ഹല്ലേലൂയ. ഓപ്പണായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ, ഒരു അപ്പൻ്റെ മുമ്പിൽ എങ്ങനെ കണ്ണുനീരോടെ പറയുന്ന, ലോർഡ് ഐ ആം ദ വൺ ഹൂ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഹല്ലേലൂയ. ഞാനാണ് തെറ്റ് ചെയ്തത്. ഒരു ന്യായീകരണവും കൂടാതെ അങ്ങനെ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഗോഡ് വിൽ റീസ്റ്റോർ യു ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിമോണിക് സ്പിരിറ്റിൻ്റെ പവർ ഇരിക്കുന്നത് അവൻ്റെ പേരിലാണ്, അവൻ്റെ പേരിനകത്താണ്. ഓക്കെ. അപ്പോൾ ആ പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹാഫ് ഓഫ് ഹിസ് പവർ ഈസ് ലോസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പകുതി പരിപാടി നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവനെ അനൗൺസ് ആൻഡ് റിനൗൺസ് ചെയ്ത് അവൻ്റെ കവനൻറ്റിനെ ബ്രേക്ക് ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതാണ് നമ്മളൊരു നല്ല വെസലാവണം. വി മസ്റ്റ് ബി എ ഗുഡ് വെസൽ ഫോർ ദ ഹോളി സ്പിരിറ്റ് ടു ഫങ്ഷൻ. ഡെലിവറൻസ് സർവീസ് ചെയ്യുമ്പോഴാണ് ശരിക്കും യു മസ്റ്റ് ഹോൾഡ് ഓൺ ടു ദ ഹോളി സ്പിരിറ്റ് എവറി മൊമെൻറ്റ്. അല്ലാതെ ഒന്നും നടക്കത്തില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു കഴിവിനെ നടക്കുന്ന സംഭവമല്ല ഡെലിവറൻസ്. കുറച്ച് പ്രീച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ് പ്രിയപ്പെടുത്തുന്നത്. ഈസ് വെരി ഈസി. കുറച്ച് വചനം കാണാതെ പഠിച്ച്, ഈവൻ നമ്മളൊരു രാഷ്ട്രീയക്കാരൻ്റെ കയ്യിൽ ബൈബിൾ കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് അവൻ നല്ലൊരു പ്രീച്ചറാകും. ഇറ്റ്സ് വെരി ഈസി ടു പ്രീച്ച്. ബട്ട് വെൻ യു ഡു ദ ഡെലിവറൻസ് സർവീസ് യു നീഡ് ടു നോ ദ സ്പിരിറ്റ്. ഏത് സ്പിരിറ്റാണെന്ന് അറിയണം. അപ്പോൾ ആ സ്പിരിറ്റിനെ അറിഞ്ഞ് ആ സ്പിരിറ്റിൻ്റെ പേര് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പം
അവനറിയാം, ഇവൻ എന്നെ പിടികിട്ടിയെന്നറിയാം. സോ ഹാഫ് ഓഫ് ഹിസ് പവർ ഈസ് ലോസ്റ്റ്. പിന്നെന്താ ചെയ്യേണ്ടത്? അവൻ്റെ ലീഗൽ കവനൻ്റ് ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ അവന് നിയമപരമായിട്ട് കിട്ടിയ ഉടമ്പടി അത് ബ്രേക്ക് ചെയ്യാന്നിട്ടാണ് പ്രിയപ്പെട്ട ദൈവങ്ങൾ നമ്മൾ മനസ്സിലാകുന്നത്. ദേ വർക്കിംഗ് വെരി ലീഗൽ സിസ്റ്റമാണ്. സ്പിരിച്വൽ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ലീഗൽ സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു കോടതി മുറിക്കകത്ത് ഒരു വക്കീൽ നിയമങ്ങളെ വള്ളിപുള്ളി തെറ്റാതെ ആ ജഡ്ജും വക്കീലും ആ സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണോ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് ശരിക്കും സ്പിരിച്വൽ സിസ്റ്റം. സ്പിരിച്വൽ ലോസ് ആർ വെരി 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 സ്ട്രോങ് ആൻഡ് പവർഫുൾ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. അത് വെരി വെരി സ്ട്രോങ് ആണ് ശരിക്കും. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഡിമോണിക് സ്പിരിറ്റ് ദേ ഓൾവേസ് വിൽ ക്ലെയിം നോ ദിസ് ചൈൽഡ് ഈസ് ഡെഡിക്കേറ്റഡ് ടു അസ്. ഹല്ലേലൂയ, ഈ കുഞ്ഞിനെ ഇവരുടെ വല്യമ്മ ഞങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തേക്കുവാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വല്യമ്മ ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ ഗ്രാൻഡ് മദർ, ഓക്കെ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഉദാഹരണമായിട്ട് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ആ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അവരുടെ കുഞ്ഞിനെ കൊണ്ട് ഒരു വിഗ്രഹത്തിന് സമർപ്പിച്ചെന്നിരിക്കട്ടെ, ഏതെങ്കിലും വിഗ്രഹത്തിന് മുമ്പിൽ കൊണ്ട് സമർപ്പിച്ചെന്നിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വല്യമ്മ ചെയ്ത് തന്നെയെന്നറിയോ ശരിക്കും? ആ കുഞ്ഞിനെ, അതായത് നിങ്ങളുടെ ഫാദറിനെ മാത്രമല്ല, നിങ്ങളെയും നിങ്ങളുടെ തലമുറയിൽ നിന്ന് പുറപ്പെടുന്ന സകല പിള്ളേരെയുമാണ് ശരിക്കും ആ വിഗ്രഹത്തിന് കൊണ്ട് സറണ്ടർ ചെയ്തത്. ഹല്ലേലൂയ, ഓ ലോർഡ് ജീസസ്. ഞാൻ ഇത് പറയുന്ന സംഭവം മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, ഹല്ലേലൂയ, നിങ്ങളുടെ അപ്പനെ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലോ ഒരു വിപരീത പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള വേർഡോ ചെയ്തപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയോ? ആ കുഞ്ഞിൻ്റെ മേൽ മാത്രമല്ല ആ ലീഗൽ റൈറ്റ് കിട്ടിയത്, നിങ്ങളുടെ അപ്പൻ്റെ മേലും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും എല്ലാം. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. ദിസ് ഈസ് ദ റിയാലിറ്റി. അപ്പോൾ ഈ ഡിമോണിക് സ്പിരിറ്റ് പറയുന്നത് എന്നാണെന്നറിയോ? നോ, വി ഹാവ് ലീഗൽ റൈറ്റ്, വി വിൽ നോട്ട് ഗോ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് വേണ്ടി ശരിക്കും ഡെലിവറൻസ് ചെയ്യുന്ന സമയത്ത്, സൂം മീറ്റിങ്ങിലൂടെ ചെയ്യുന്ന സമയത്ത്, ഹോളി സ്പിരിറ്റ് ടോൾഡ് മീ ദാറ്റ് ദെർ ഇസ് എ സ്പിരിറ്റ് ഓഫ് മർഡറിൻ്റെ സ്പിരിറ്റ് ഉണ്ട്. കൊലപാതകം, അവരുടെ ബ്ലഡ് ലൈനിനകത്ത്, അവരുടെ ജനറേഷനകത്ത് മർഡർ നടന്നിട്ടുണ്ട്. മർഡർ. ഹല്ലേലൂയ. അപ്പോൾ ലീഗൽ റൈറ്റ് കിട്ടി. ആ മർഡർ എന്ന് പറയുന്ന ആ ഒരു കോസ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കേഴ്സ് വരുന്നത് ഇറ്റ് നീഡ് എ കോസ്, ഒരു കാരണം ഉണ്ടാകണം. അപ്പോൾ ആ മർഡർ എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റ് അവരുടെ ജനറേഷണൽ ലൈനിൽ നടന്നിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു? ദർ ഇസ് എ ലീഗൽ റൈറ്റ്. ആൻഡ് ദീസ് സ്പിരിറ്റ്സ് ആർ വെരി വെരി അഡമന്റ്. അവർ ഭയങ്കര എന്തോ റിബലിയസ് സ്പിരിറ്റാണ്. നോ, ദേ വിൽ നോട്ട് ലീവ്. ഹല്ലേലൂയ, ദേ വിൽ നോട്ട് ലീവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു റെലമേ അല്ല ഇത്, ശരിക്കും ഡിഫറൻ്റ് ആണ് ശരിക്കും. അത് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും ദൈവമേ ലോർഡ് ജീസസ്, ഹല്ലേലൂയ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പീപ്പിൾസ് ലൈഫ്. ഹല്ലേലൂയ, എവറിത്തിങ് ഹാസ് എ റീസൺ. നത്തിങ് ഈസ് ആക്സിഡൻ്റൽ ഓൺ ദിസ് എർത്ത്. എല്ലാത്തിനും ഒരു റീസണുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, മാത്യു, താങ്ക് യു, മാത്യു എൻ്റെ ഫ്രണ്ടാണ് ശരിക്കും, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. ഹല്ലേലൂയ. സോ എസ്പെഷ്യലി അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി, വെരി വെരി കെയർഫുൾ. ഹല്ലേലൂയ. ഇന്നെന്നെ കാണുന്ന ഏതെങ്കിലും വ്യക്തികൾ ഒരു പ്രഗ്നൻസിയിലൂടെ പോകുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കൺസീവ് ചെയ്യാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ടൊക്കെ അല്ലെങ്കിൽ ഒരു വിവാഹത്തിലൂടെ കടക്കാൻ പോകുന്നവർ മസ്റ്റ് ബി വെരി വെരി കെയർഫുൾ. ബിക്കോസ് സൈറ്റൻസ് ഡോർ ഈസ് ഓപ്പൺ വെൻ യു കൺസീവ്ഡ്. അല്ലെ, സാത്താൻ ഒരു ഡോറിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ദ മൊമെൻറ്റ് ദർ ഇസ് സം ഡോർ ഓപ്പൺ ഡ്യൂറിങ് ദ പ്രഗ്നൻസി, ദ ഡീമൺസ് എൻഡ്. ആ ജനിച്ചു വീഴുന്ന കൊച്ചിനെ കാണുമ്പോൾ നല്ല കോമളനും നല്ല സുന്ദരനും ഒക്കെ ആയിട്ടുള്ള കൊച്ചാണ്, പക്ഷേ ദർ ഇസ് എ ഡീമൺ ഇൻ ദ ബോഡി. പക്ഷേ ആ ഡിമോണിക് സ്പിരിറ്റിൻ്റെ ആക്ടിവിറ്റികൾ മാനിഫെസ്റ്റ് ചെയ്ത് പുറത്തു വരുന്നത് ആ കുഞ്ഞു വളർന്നു വരുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞു നാളുകളിലെ തൊട്ട് രോഗങ്ങൾ, ചില കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, നിർത്താത്ത രോഗങ്ങൾ. ഹല്ലേലൂയ, ഭയങ്കരമായിട്ട് ബോഡി വീക്കാവുന്നു. എന്തുകൊണ്ടാണ്? ദർ ആർ റീസൺസ്. ഹല്ലേലൂയ. സോ എസ്പെഷ്യലി റിജക്ഷൻസ് അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി. ഹല്ലേലൂയ, അതൊക്കെ തന്നെ ഡോർവേസ് ആണ്. ഇതെല്ലാം ഡോർവേസ് ആണ്. അപ്പം പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്നും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന സംഭവമല്ല. ദീസ് ആർ ദ ട്രൂത്ത്സ്. ഹല്ലേലൂയ, ക്രിസ്ത്യൻസ് അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളാണ് ഇതെല്ലാം. പക്ഷെ നമുക്കിത് അറിയാത്തതിൻ്റെ കാര്യം, ആരും നമ്മളെ ഇതിനെക്കുറിച്ചൊന്നും പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരും ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. എല്ലാവരും അബ്രഹാത്തിൻ്റെ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് 40 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ബട്ട് ദെയർ ഇസ് നോ ബ്ലെസ്സിങ് കംസ് അപ്പോൺ പീപ്പിൾസ് ലൈഫ്. ഹല്ലേലൂയ, ആരുടെ ലൈഫിൽ ഒരു അനുഗ്രഹം വരുന്നില്ല. ഹല്ലേലൂയ. സോ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വൈ. അതാണ് ചോദ്യം. അതാണ് പഠിക്കാനുള്ള ഒരു മനസ്സ്. ഒരു പഠിതാവായിരിക്കണം, ഒരു ഡിസൈപ്പിൾ ആയിരിക്കണം. എപ്പോഴും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഹല്ലേലൂയ, എന്തുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല? ഹല്ലേലൂയ, എന്തുകൊണ്ട് ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഈ സീസണിൽ വരുന്നു? ഹല്ലേലൂയ, എന്തുകൊണ്ട് ഈ ഇഷ്യൂ ഈ സമയത്ത് വരുന്നു?
ആ ചോദ്യം ചോദിക്കുന്നതിൽ നിന്നാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ വി ആർ ലേണിംഗ്. അല്ല, ആ ചോദ്യത്തിനകത്തായിരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ആ ചോദ്യം ചോദിക്കാനുള്ളൊരു മനസ്സ് നമുക്കില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു സഫർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 70 വയസ്സുള്ള ഒരു ബ്രദർ, ഹിസ് ഹോൾ ലൈഫ് ഈസ് ബ്രോക്കൺ. So you just continue like that. Hallelujah. Holy and wonderful Lord Jesus. Hallelujah. അപ്പോൾ ഡ്യൂട്രോണമി, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ് ശരിക്കും? എന്നാൽ നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപങ്ങളൊക്കെയും നിൻ്റെ മേൽ പതിക്കും. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ദ കേഴ്സ് വിൽ കം അപ്പോൺ യു ആൻഡ് ഓവർടേക്ക് യു. അല്ല, 2 വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം ശരിക്കും. ഹല്ലേലൂയ. ദ കേഴ്സ് വിൽ കം അപ്പോൺ യു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു കേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു സ്പിരിച്വൽ പ്രോഗ്രാമിംഗ് ആണ് ശരിക്കും, സ്പിരിച്വലി പ്രോഗ്രാംഡ് ആണ് ശരിക്കും. അപ്പോൾ ആ കേഴ്സ്, ആ സ്പിരിച്വൽ പ്രോഗ്രാം ചെയ്ത ആ സംഭവം, ഇറ്റ് വിൽ കം അപ്പോൺ ജനറേഷൻസ് ആൻഡ് ഇറ്റ് വിൽ ഓവർടേക്ക് യു. ആ 2 വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അപ്പോൾ ദ കേഴ്സ് വിൽ കം അപ്പോൺ യു ആൻഡ് ഓവർടേക്ക് യു. ആ ഡ്യൂട്രോണമി ചാപ്റ്റർ 28:15, ആ 2 വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ശരിക്കും നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഞാൻ വൺ ആഫ്റ്റർ അനദർ പറഞ്ഞു വരുന്നതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ജസ്റ്റ് വാണ്ട് ടു ക്രിയേറ്റ് ആൻ അവയർനെസ് അബൌട്ട് ദിസ് ഫസ്റ്റ്. കാരണം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യക്തികൾക്ക് അവയർനെസ് ഇല്ല, അല്ലല്ലേ? അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആ വിഷയത്തിനകത്ത് നമുക്കൊരു ഡെലിവറൻസ് സംഭവിക്കണമെങ്കിൽ അതിനകത്ത് ആദ്യം നോളജ് വരണം. അതുകൊണ്ടാണ് ഞാൻ പല പാർട്ടുകളെടുത്ത് ഇത് സംസാരിക്കുന്നത്. ലൈംഗിക സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ വിഷയം എടുത്തത് ഞാൻ അതുപോലെ എനിക്ക് ഒറ്റ സർവീസിനകത്ത് അത് പറഞ്ഞ് ഡെലിവറൻസ് സർവീസ് ചെയ്യാമായിരുന്നു. ബട്ട് വൈ ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. എന്തുകൊണ്ട് അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊണ്ടുവരണം. ആദ്യം അവയർനെസ് കൊണ്ടുവരണം. നിങ്ങൾ ഈ ശുശ്രൂഷകൾ ഷെയർ ചെയ്യുമ്പോൾ ആ ഓരോ തലത്തിലുള്ള സ്പിരിച്വൽ ഡിമോണിക് സ്പിരിറ്റ്, ദേ ആർ ട്രെംബ്ലിങ് വിത്ത് ഫിയർ. കാരണം ഈ നോളജ് റിലീസ് ചെയ്യപ്പെടുകയാണ് ശരിക്കും. ഹല്ലേലൂയ. ഈ ഒരു ഇൻഫർമേഷൻ ശരിക്കും ആ ടെറിട്ടറിയിലൊക്കെ റിലീസ് ചെയ്യപ്പെടുകയാണ് ശരിക്കും. അവൻ്റെ ശക്തി ഇരിക്കുന്നത് നമ്മുടെ ഇഗ്നറൻസ്, നമ്മുടെ അറിവില്ലായ്മയിലാണല്ലോ. സോ നൗ വി ആർ റിലീസിങ് ദാറ്റ് ഇൻഫർമേഷൻ. ഹല്ലേലൂയ. പിന്നെ വേറെ ആരാണ്ട് ചോദിച്ചതിനോട്, ഹല്ലേലൂയ ബ്രദർ, എന്നാണ് ഡെലിവറൻസ് സർവീസ് ചെയ്യുന്നത്? ഹല്ലേലൂയ. വി ആർ ഗോയിങ് ടു ഡു ദ ഡെലിവറൻസ് സർവീസ് അബൌട്ട് ദ ജനറേഷണൽ കേഴ്സസ്. ഹല്ലേലൂയ. അനേകം പേരെ ആ ലൈംഗിക സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് കർത്താവ് ഡെലിവറി ചെയ്തതുപോലെ തന്നെ കർത്താവ് ഡെലിവറി ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് തരുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വി ഹാവ് ടു ഡു ഇറ്റ് വിത്ത് എ ലോട്ട് ഓഫ് പ്രിപ്പറേഷൻസ്. ഓക്കെ, ഇപ്പം സെക്ഷൽ ഡ്രീംസ് എന്ന് പറയുമ്പം എന്തുവന്ന് സ്പിരിച്വൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ വൈഫ് എന്ന് പറയുന്ന ആ ഒരു സ്പിരിച്വൽ റലത്തെ മാത്രമാണ് നമ്മൾ അന്ന് അറ്റാക്ക് ചെയ്ത് ശരിക്കും അതിൻ്റെ ഡെലിവറൻസ് ആണ് ശരിക്കും സംഭവിക്കുന്നത്. പക്ഷേ ജനറേഷണൽ കേഴ്സസ് എന്ന് പറയുമ്പം ദർ ഇസ് എ ബഞ്ച് ഓഫ് ഡീമൻസ്. ഹല്ലേലൂയ. മർഡർ, ആങ്കർ, ഫിയർ, വിഷ്ക്രാഫ്റ്റ്, എത്രമാത്രം സ്പിരിറ്റുകളാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് തന്നെ 10ഉം 15ഉം ഡിമോണിക് സ്പിരിറ്റുകൾ. അപ്പോൾ ഒരു 10-200 പേര് വാച്ച് ചെയ്യുവാണെങ്കിൽ എത്ര സ്പിരിറ്റുകളാണ് ശരിക്കും? 2000, 3000, 4000 ഡിമോണിക് സ്പിരിറ്റുകളാണ് ശരിക്കും നമ്മളിന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വി ഹാവ് ടു ബി റിയലി പ്രിപ്പയർഡ്. ഓക്കെ, റിയൽ പ്രിപ്പയർഡ് ആകണം. ഹോളി സ്പിരിറ്റിൽ നിന്നൊരു ഗ്രീൻ സിഗ്നൽ കിട്ടണം. ദെൻ വി ജസ്റ്റ് ഗോ അഹെഡ്. ഓൾറൈറ്റ്. സോ ഫസ്റ്റ് ലെറ്റ് us ക്രിയേറ്റ് an അവയർനെസ്. ഇപ്പോൾ അനേകം പേര് ഈ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷെയർ ചെയ്ത് മുഖാന്തരം പലർക്കും ശരിക്കും അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കാൻ തുടങ്ങി ഈ വിഷയത്തിനകത്ത്. ഓക്കെ, ഹൗ ടു ഐഡൻറ്റിഫൈ എ കേഴ്സ്. എങ്ങനെയാണ് ഒരു ശാപത്തെ തിരിച്ചറിയുന്നതിനുള്ള കാരണം എന്താണ് ശരിക്കും? ഒന്ന്, റിപ്പീറ്റഡ് നെഗറ്റീവ് പാറ്റേൺസ്. ദാറ്റ്സ് വൺ ഓഫ് ദ സൈൻസ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു പാറ്റേൺ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിക്കകത്ത് കാണുവാണെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ സൈൻ ദാറ്റ് ദർ ഈസ് എ ചാൻസ് ഓഫ് എ കേഴ്സ്. ഹല്ലേലൂയ. നെഗറ്റീവ് പാറ്റേൺ. ഉദാഹരണം പറഞ്ഞാൽ ചില കുടുംബങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മാനസിക രോഗികൾ, ഹല്ലേലൂയ, ചേട്ടനും അനിയനും അങ്ങനെ അവരുടെ തലമുറകൾക്കകത്തൊക്കെ മാനസിക രോഗം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ചില കുടുംബങ്ങൾക്കകത്ത് സ്ത്രീകൾ ജനിക്കത്തില്ല, അല്ലെങ്കിൽ പുരുഷന്മാർ ജനിക്കത്തില്ല ആ ജനറേഷനിലൊന്നും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള പാറ്റേൺ നമ്മൾ കാണുമ്പം ശരിക്കും എന്താണ് ശരിക്കും അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പല പാറ്റേൺസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു കുടുംബത്തിനകത്ത് 8 ആമക്കളുണ്ട്, അല്ലെങ്കിൽ 10 ആമക്കളുണ്ട്. അവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ ആർക്കും ഒരു ജോലിയില്ല, സാമ്പത്തികമായിട്ടൊരു ഒരു അഭിവൃദ്ധിയില്ല. ഹല്ലേലൂയ. സോ ദാറ്റ് ഈസ് എ പാറ്റേൺ. അല്ലെങ്കിൽ ബിസിനസ് കഴിഞ്ഞ തലമുറയിലും ബിസിനസ് ചെയ്യുന്നു, അത് പരാജയപ്പെട്ടു. ഈ തലമുറയിലും ബിസിനസ് ചെയ്യുന്നു, അത് പരാജയപ്പെട്ടു. ബിസിനസ് പ്രോസ്പെർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സാമ്പത്തിക മേഖലക്കകത്ത് തലമുറകളിൽ എന്ത് ചെയ്യുന്നു? പ്രോസ്പെരിറ്റികൾ സംഭവിക്കുന്നില്ല.
ഇപ്പോൾ ഈവൻ ചിലപ്പോൾ ചില ചർച്ചുകൾ പോലും, ചില സഭകൾ പോലും ഇറ്റ്സ് ഓൾസോ അണ്ടർ എ കേഴ്സ്. ഹല്ലേലൂയ. പാസ്റ്റർ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ബട്ട് ദർ ഇസ് നോ ഫൈനാൻസ് ഇൻ ദ ചർച്ച്. ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള മേഖലകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ബാരൻനെസ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. ശരിക്കും ഒരു പാസ്റ്ററിൻ്റെ തന്നെ ഒരു പാസ്റ്ററിൻ്റെ ശുശ്രൂഷകൻ്റെ തന്നെ കുടുംബത്തിനകത്ത് റിപ്പീറ്റഡായിട്ടുള്ള ബാരൻനെസ് അവരുടെ പല റിലേറ്റീവ്സിലും കണ്ടപ്പം അദ്ദേഹം ചോദിച്ചതാണ് കർത്താവിനോട്, ലോർഡ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. സോ ദ ലോർഡ് സെഡ് ദാറ്റ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് എ വുമനൈസർ. അല്ലെങ്കിൽ സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു കേഴ്സ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈനകത്തുണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തോട് കർത്താവ് പറയാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ കേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു രീതിയാണ് ശരിക്കും ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ, ഒരു കുടുംബത്തിനകത്ത് കാണാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദെയർ വിൽ ബി എ കേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേഴ്സ് ക്യാൻ ബി പ്രൊനൗൺസ് ഫ്രം 4 സോഴ്സസ്. 4 സോഴ്സുകളിൽ നിന്ന് ശരിക്കും കേഴ്സ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. ഒന്ന്, ദൈവത്തിൽ നിന്ന് കേഴ്സ് വരും. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ശരിക്കും ആ കേഴ്സിനകത്താണ് എല്ലാ മനുഷ്യരും ഇന്ന് ജനിച്ചു വീഴുന്നത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവിൻ്റെ ആ കേഴ്സ്, ഹല്ലേലൂയ, അതിനകത്ത് തന്നെ ആ കേഴ്സ് എപ്പോഴാണ് മാറുന്നത്? ക്രിസ്തുവിൽ വരുമ്പോഴാണ്. ഒരുവൻ ക്രിസ്തുവിനെ, മിശിഹായെ രക്ഷിതാവായി അംഗീകരിക്കുമ്പോൾ, രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ് ശരിക്കും ആ ജെനിസിസ് ചാപ്റ്റർ 3 അതിനകത്തെ കേഴ്സ് ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് ക്യാൻസൽ ആകുന്നത്. രണ്ടാമതെന്താണ് ശരിക്കും കേഴ്സ് ക്യാൻ കം ഫ്രം മെൻ ഓഫ് ഗാഡ്. ദൈവീയ മനുഷ്യരിൽ നിന്ന് കേഴ്സുകൾ പുറപ്പെടാൻ സാധിക്കും. മൂന്നാമത് സാത്താൻ തന്നെ. സാത്താനിൽ നിന്നും അവൻ്റെ ഡീമോണിക് സ്പിരിറ്റുകളിൽ നിന്നും എൻചാൻറ്റിങ് സ്പിരിറ്റ്സ് ഉണ്ട്, ശരിക്കും കേഴ്സിങ് സ്പിരിറ്റുകളുണ്ട്. ഹല്ലേലൂയ. ദേ ക്യാൻ കേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ക്ലൗഡ്, എ നെഗറ്റീവ് എനർജി അറൗണ്ട് യു. സംടൈംസ് നിങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ ദ മെൻ ഓഫ് സൈറ്റൻ, ഇപ്പം വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നവർ, സോഴ്സറേഴ്സ് അല്ലെങ്കിൽ വിക്കഡായിട്ടുള്ള ആൾക്കാർ, വെൻ ദേ പ്രൊനൗൺസ് എ കേഴ്സ് ഇറ്റ് ഹാസ് എ ഇഫക്റ്റ്. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്ക് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ വളരെ നമ്മൾ കെയർഫുൾ ആവണം. കാരണം വാക്കിനകത്ത് എന്തുണ്ട്? ശരിക്കും പ്രോവർബ്സ് ചാപ്റ്റർ 18:21 പറയുന്നത് എന്താണ്? ശരിക്കും ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ്. ഹല്ലേലൂയ. ആൻഡ് ദോസ് ഹു ലവ് ഇറ്റ് വിൽ ഈറ്റ് ഇറ്റ്സ് ഫ്രൂട്ട്. അത് പറഞ്ഞാൽ ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭുജിക്കും. അപ്പം നമ്മൾ ആ വാക്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ്. നാവിൽ ഇരിക്കുന്നതല്ല, നാവിനകത്ത് ജീവനും മരണവും ഇരിക്കുന്നതല്ല, നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 18-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നിങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? നാവിലിരിക്കുന്നു എന്നല്ല പറയുന്നത്, നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണ്? ജീവനും മരണവും. അപ്പം നാവ് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ദെർ വിൽ ബി എ എനർജി. It can be a positive energy or it can be a negative energy. It can be a positive supernatural power or it can be a negative supernatural power. It has the authority, it gets the legal right to work in your life. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞ 4 സോഴ്സുകളിൽ നിന്ന് ശരിക്കും ശാപങ്ങൾ വരെ. ഒന്ന്, ദൈവത്തിൽ നിന്ന്. ഇറ്റ്സ് എ കേഴ്സ് ക്യാൻ ബി പ്രൊനൗൺസ് ഫ്രം ഗോഡ്. നമുക്കറിയാം ഏശയ്യ 55-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ശരിക്കും സോ ഷാൽ മൈ വേർഡ് ബി ദാറ്റ് ഗോസ് ഫോർത്ത് ഫ്രം മൈ മൗത്ത്, ഇറ്റ് ഷാൽ നോട്ട് റിട്ടേൺ അൺടു മീ വോയിഡ്. എൻ്റെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട വാക്ക് അത് ഫലം പുറപ്പെടുവിക്കാതെ തിരികെ വരത്തില്ല. സോ വെൻ എ കേഴ്സ് ഇസ് പ്രൊനൗൺസ്ഡ് ബൈ ഗോഡ്, ഇറ്റ് വിൽ ഫുൾഫിൽ ഇറ്റ്സ് പർപ്പസ്. ഇറ്റ് വിൽ നെവർ റിട്ടേൺ ബാക്ക് ടു ഹിം വോയിഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പം, പ്രത്യേകിച്ച് ശുശ്രൂഷകരായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. സം പീപ്പിൾ ആർ അണ്ടർ ദ കേഴ്സ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. അപ്പോൾ അവരെ പോയി നിങ്ങൾ ശുശ്രൂഷിക്കാൻ പോയി തുനിയരുത്. ഹല്ലേലൂയ. ഓ ലോർഡ് ജീസസ്, ഐ പ്രൈസ് ആൻഡ് താങ്ക് യു. ഹല്ലേലൂയ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഹല്ലേലൂയ. എപ്പോഴും ആലോചിക്കണം. ഞാൻ എപ്പോഴും ഈ ശുശ്രൂഷയ്ക്ക് വരുമ്പം ഐ ഓൾവേസ് വിൽ ടെൽ ദ ലോർഡ്, ഐ ആം സെർവിങ് യു ലോർഡ്, സോ യു പ്ലീസ് ടെൽ മീ വാട്ട് ഐ നീഡ് ടു ഡു. ഹല്ലേലൂയ. എന്നിലൂടെ യേശു നിങ്ങളെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുകയല്ല, എന്നിലൂടെ യേശു ഞാൻ യേശുവിനെയാണ് ശുശ്രൂഷിക്കുന്നത്. യേശുവിൻ്റെ ദാസനാണ്. സോ ഐ ഹാവ് ടു ഗെറ്റ് എവറി ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ലോർഡ്. സംടൈംസ് ആ മേഖലയ്ക്കകത്ത് ചില സമയത്ത് നമ്മൾ ലെറ്റ് മീ ഡു ദിസ് ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ വരുമ്പോൾ ഐ എം വെരി സ്കെയർഡ്. ചിലപ്പോൾ ഞാൻ ഭയങ്കര പേടിക്കും. കർത്താവിനോട് ഇത് ഞാൻ ചോദിച്ചില്ലല്ലോ, ചോദിക്കാതെയാണല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഇത് ചെയ്യുന്നത്. സോ ഐ വിൽ ആസ്ക് ഇൻ ദ ലോർഡ് പ്ലീസ് ടെൽ മീ വെദർ ഐ എം ഗോയിങ് ഇൻ ദ റൈറ്റ് പാത്ത്. ഞാൻ ഈ ഒരു കറക്റ്റ് വഴിയിലാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ
കർത്താവിനോട് എപ്പോഴും ഒരു ചോദ്യവും പറച്ചിലും ഉണ്ടാകണം. ഒരു ശുശ്രൂഷകന് വേണ്ട ഏറ്റവും നമ്പർ 1 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ മസ്റ്റ് ബി ഓൾവേസ് എ കൺസൾട്ടേഷൻ വിത്ത് യുവർ മാസ്റ്റർ. നിൻ്റെ യജമാനനോട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം, ഒരു കൺസൾട്ട് ചെയ്യണം. സ്വന്തം അധികാരത്താൽ, സ്വന്തം ഇഷ്ടത്താൽ, സ്വന്തം അഭിഷേകത്താൽ, സ്വന്തം കൃപാവരത്താൽ ശുശ്രൂഷകൾ ചെയ്യരുത്. ഡോണ്ട് ഡു ഇറ്റ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാ കൃപാവരങ്ങളും മാസ്റ്ററിനോട്, യജമാനോട് കൺസൾട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഹീലിംഗ് അനോയിൻറ്റിങ് കാണിക്കാൻ പറ്റും, ഡെലിവറൻസ് അനോയിൻറ്റിങ് കാണിക്കാൻ പറ്റും, പ്രൊഫറ്റിക് അനോയിൻറ്റിങ് എല്ലാം വർക്ക് ചെയ്യും. ദ മാസ്റ്റർ വിൽ നോട്ട് സേ എനിത്തിങ്. യജമാനൊന്നും പറയത്തില്ല. പക്ഷേ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് അവരോട് പറഞ്ഞ ഒരു പറച്ചിൽ യേശു അവസാനത്തെ ദിവസം നിങ്ങളോട് പറയാതിരിക്കണമെങ്കിൽ ഓൾവേസ് കൺസൾട്ട് യുവർ മാസ്റ്റർ. നിങ്ങൾ വിശ്വാസികളെ അല്ല നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്, നിങ്ങൾ യേശു കർത്താവിനെയാണ് ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ കേൾവിക്കാരല്ല നിങ്ങളെ പുലർത്തുന്നത്. അവരിലൂടെ ആയിരിക്കാം പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്ത് നിങ്ങളെ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും മിനിസ്ട്രിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. പക്ഷേ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദേ ഓൾസോ ബിലോങ് ടു ദ ലോർഡ് ജീസസ്. അവരും യേശുവിൻ്റേതാണ്. യേശുവാണ് അവരുടെയും യജമാനൻ. അപ്പം യേശുവിനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങുമ്പോൾ യു മസ്റ്റ് ഓൾവേസ് കൺസൾട്ട് യുവർ മാസ്റ്റർ. ഹല്ലേലൂയ. അപ്പോൾ യജമാനന് പ്രീതികരമായ കാര്യം അത് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ശരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ അവസാന നാളിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സം പീപ്പിൾ ഐ വാണ്ട് ടു, ഇപ്പോൾ എന്നെ ഈ കാണുന്ന ശുശ്രൂഷയ്ക്കകത്ത് കാണുന്ന ചില ആരെങ്കിലും ശുശ്രൂഷകരായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ ദാറ്റ് സം പീപ്പിൾ ആർ അണ്ടർ ദ കേഴ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിലാണ് ചില വ്യക്തികൾ. അവരെ നിങ്ങൾ പോയി ശുശ്രൂഷിക്കാൻ പാടില്ല. You have to ask God whether you really need to minister to them. അവരെ ശുശ്രൂഷിക്കണോ? അല്ലെങ്കിൽ അവരെ ആ ഒരു കേഴ്സിൻ്റെ സീസൺ ഫിനിഷായോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ കേഴ്സിലുള്ള ഒരുത്തിനെ പോയി മിനിസ്റ്റർ ചെയ്യാൻ ഹൂ ആം ഐ? ഞാൻ ആരാണ് ശരിക്കും? നിങ്ങൾക്കറിയാമോ, ഒരു ലോകത്തിലൊരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇവാഞ്ചലിസ്റ്റ്, ലോകം മുഴുവൻ അറിയുന്ന ഒരു ഇവാഞ്ചലിസ്റ്റാണ്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ കൈവെപ്പ് ശുശ്രൂഷ ചെയ്യുകയാണ് ശരിക്കും. അനോയിൻറ്റിങ് അവസാനം, ആ ശുശ്രൂഷയുടെ അവസാനം ഇങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ തലയിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, ഡോണ്ട് ടച്ച് ഹിം, അവനെ തൊടാൻ പാടില്ല, ബിക്കോസ് ഹി ഈസ് അണ്ടർ കേഴ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ സുവിശേഷകൻ പറയുന്ന സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും. ഹല്ലേലൂയ. ഡോണ്ട് ടച്ച് ഹിം ബിക്കോസ് ഹി ഈസ് അണ്ടർ ദ കേഴ്സ് ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ശാപം വർക്ക് ചെയ്യുന്ന ഒരുത്തിൻ്റെ മേൽ പോയി അവനെ അനുഗ്രഹിക്കാൻ ഹൂ ആം ഐ? ഞാൻ ആരാണ് ശരിക്കും? ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് ശരിക്കും സോ യു വിൽ ബി ആങ്കറിങ് ഗോഡ്. അങ്ങനെയുള്ള ശുശ്രൂഷകർ ദൈവത്തിൻ്റെ ആങ്കർനെസ്സിനെ പ്രൊവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സോ ബി വെരി കെയർഫുൾ, ബി സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ സെൻസിറ്റീവ് ആയിരിക്കണം ശുശ്രൂഷകൻ. ഓൾറൈറ്റ്. സോ നമുക്കറിയാം ശരിക്കും എ കേഴ്സ് ക്യാൻ ബി ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു കേഴ്സ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ആ കേഴ്സ് എപ്പോഴാണ് ശരിക്കും മാറുന്നത്? ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ആ കേഴ്സ്. നമുക്കറിയാം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആസ്പെക്റ്റിൽ നിന്നുള്ള ആ കേഴ്സിനകത്തുനിന്ന് നമ്മൾ ഇൻ ദ റെലം ഓഫ് ദ സ്പിരിറ്റ് വി ആർ കമ്മിങ് ഔട്ട്. ഹല്ലേലൂയ. പക്ഷേ ഇന്നലെ ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കും. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത ആ ഇവൻറ്റ്, ആ കോഴ്സ്, ഇറ്റ് ഗേവ്സ് ഡിമോണിക് സ്പിരിറ്റ് എ ലീഗൽ റൈറ്റ്, ഹല്ലേലൂയ, ടു ഓപ്പറേറ്റ് ഇൻ യുവർ ലൈഫ്, ടു ഒപ്രസ് യുവർ ലൈഫ്. അത് ക്യാൻസൽ ആവണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവത്തില്ല. ദാറ്റ് വൺ നീഡ് ഡെലിവറൻസ്. ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ സോഷ്യൽക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ ദയവ് ചെയ്ത് കഴിഞ്ഞ പാർട്ട് 1-ഉം പാർട്ട് 2-ഉം കാണണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് ഓൾറെഡി ഒരു ബോഡിക്കകത്ത് പ്രവേശിച്ച ഒരു ദുരാത്മാവ് ബാപ്റ്റിസം എടുത്തതുകൊണ്ടോ, ഭാഷാവർത്തി സ്തുതിച്ചതുകൊണ്ടോ, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് എടുത്തതുകൊണ്ടോ ഒന്നും പോകത്തില്ല. ഹല്ലേലൂയ. യു ഹാവ് ടു കാസ്റ്റ് ദം ഔട്ട്. ഹല്ലേലൂയ. ത്രൂ എ ഡെലിവറൻസ് സർവീസ്. ഹല്ലേലൂയ. വേറൊരു എൻ്റെ ഒരു എനിക്കൊന്ന് ഏതോ ഒരു സഹോദരി ചിന്തിച്ച്, ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ വെൻ ഐ എം ഡിസയറിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ്, ഹൗ ക്യാൻ എ ഡീമൺ സ്റ്റേ ഇൻ മൈ ബോഡി? ഹല്ലേലൂയ. അപ്പോൾ അതിന് ഒരു സിമ്പിൾ, അതായത് പരിശുദ്ധാത്മാവുള്ളതിൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് ശരിക്കും ഒരു ദുരാത്മാവിനിരിക്കാൻ പറ്റുന്നത് എന്ന് ഒരു സഹോദരി ചോദിക്കാനിടയായി. എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനിടയായി. ഇങ്ങനെ ചിന്തിച്ചാൽ മതി പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഈസ് എവരിവെയർ ഓൺ ദിസ് എർത്ത് അല്ലേ?
ആ ഹോളി സ്പിരിറ്റ് ഉള്ള ഭൂമിയിൽ തന്നെയല്ലേ ഈ ദുരാത്മാക്കളും ഉള്ളത്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:19 പറഞ്ഞു, സർവ്വലോകവും ദ ഹോൾ വേൾഡ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഡെവൽ. സോ ഡീമൺസ് ആർ ഫ്ലൈയിങ് അറൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ വെയർ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഓൾസോ ദെയർ. ഭൂമി മുഴുവൻ എന്ത് ചെയ്യുന്നു? ഹോളി സ്പിരിറ്റ് നിറഞ്ഞിരിക്കുന്നു. സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് എവ്രിവെയർ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും സൂം മീറ്റിങ്ങിനകത്തൂടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഔട്ട് എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് മാനിഫെസ്റ്റ് ചെയ്ത് പുറത്തു പോകാൻ കാര്യം എന്താണ്? ശരിക്കും ഇവിടെ ബ്രിസ്ബെയിനിരിക്കുന്ന എൻ്റെ ഈ കമ്പ്യൂട്ടറിനകത്തൂടെ എന്തെങ്കിലും ശക്തി മൂവ് ചെയ്യുകയാണോ? നോ. വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ദാറ്റ്, പ്രിയപ്പെട്ട ദൈവമക്കളെ, വെൻ മൈ വോയിസ് ഈസ് പ്രൊനൗൺസ്ഡ്, അല്ലെങ്കിൽ ആ വോയിസ് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് കേൾക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ വോയിസ് കേൾക്കുമല്ലേ, മൈ വോയിസ് ഹാസ് എൻ ഐഡൻറ്റിറ്റി. എവ്രിബഡീസ് വോയിസ് ഹാസ് എൻ ഐഡൻറ്റിറ്റി. ഹല്ലേലൂയ. ആ വോയിസിനെ സ്പിരിച്വൽ വേൾഡിന് അതിനൊരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. നിങ്ങളുടെ തമ്പ് പോലെയാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു സെർവൻ്റ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അഭിഷിക്തൻ ഒരു വാക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പം അത് സ്പിരിറ്റ് വേൾഡിന് അറിയാം. ഹല്ലേലൂയ. സോ ദ ഹോളി സ്പിരിറ്റ് ഇൻ ദാറ്റ് പ്ലേസ് വിൽ മൂവ്. അല്ലെങ്കിൽ ഡീമൺസ് ഇൻ ദാറ്റ് പ്ലേസ് ക്യാൻ ഐഡൻറ്റിഫൈ ആൻഡ് ദേ വിൽ മൂവ്. ഹല്ലേലൂയ. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. അതുകൊണ്ടാണ് ശരിക്കും 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വോയിസ്, ശബ്ദം വേണം. പിന്നെന്താണ്? ഫേസ്, നമ്മൾ വീഡിയോ വേണം. ഹല്ലേലൂയ. ദീസ് 2 തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ശാപങ്ങളുണ്ട്, ദൈവികമായിട്ടുള്ള ശാപങ്ങൾ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കൺസൾട്ട് വിത്ത് ദ ലോർഡ് വെദർ യു ഷുഡ് ടച്ച് ഹിം, യു ഷുഡ് ഡെലിവർ ഹിം, യു ഷുഡ് പ്രേ ഫോർ ഹിം. ഹല്ലേലൂയ. രണ്ടാമതെന്താണ്? ശരിക്കും ദൈവത്തിൻ്റെ മനുഷ്യരിൽ നിന്നുള്ള ശാപമുണ്ട്. അല്ല, ദൈവത്തിൻ്റെ മനുഷ്യരിലൂടെ പ്രൊനൗൺസ് ചെയ്യപ്പെട്ട നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, ഹല്ലേലൂയ, അവരേതെങ്കിലും ദൈവിക മനുഷ്യരെ ഒഫൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അപ്പോൾ അവരേതെങ്കിലും മനസ്സ് തകർന്നൊരു ശാപം നിൻ്റെ തലമുറ ഗതി പിടിക്കാതെ പോകട്ടെ എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഹല്ലേലൂയ. സോ വി ഡു നോട്ട് നോ, അല്ലേ, നമുക്കറിയത്തില്ല ശരിക്കും. ഏതെങ്കിലും പാസ്റ്റർമാർ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്മാർ നിങ്ങളുടെ ദേശത്ത് വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ആ പാസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ദൈവദാസൻ്റെ കഴുത്തെ പിടിച്ചു, അവൻ്റെ ഉള്ളിൽ നിന്ന്, ഹല്ലേലൂയ. സാധാരണ ദൈവദാസന്മാർ അങ്ങനെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ, നല്ല ദൈവദാസന്മാരൊക്കെ ആണെങ്കിൽ ലോർഡ് ഫോർഗീവ് എന്ന് പറയത്തുള്ളൂ. ഹല്ലേലൂയ. എന്നെ അക്യൂസ് ചെയ്ത എല്ലാ വ്യക്തികളോടും അക്യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഓൾവേസ് ഐ വിൽ സേ ദ ലോർഡ് പ്ലീസ് ഫോർഗീവ് ദം. അവർക്കറിയത്തില്ല. യേശു കർത്താവ് പറഞ്ഞ പോലെ തന്നെയാണ് ശരിക്കും. ഹല്ലേലൂയ. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർക്കറിയത്തില്ല. ഹല്ലേലൂയ. അപ്പം ഒരു നല്ല, പക്ഷേ എങ്കിലും മനുഷ്യരല്ലേ, ബലഹീനതയ്ക്കകത്ത്, ഹല്ലേലൂയ, ഒരു വ്യക്തി, ഒരു ദൈവദാസൻ കേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ഹല്ലേലൂയ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. ഞാൻ ശരിക്കും ഈ 2 കിങ്സ് 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ഈ ദൈവദാസന്മാർ കേഴ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ബൈബിളിൽ ഇങ്ങനെ പരിശോധിക്കുമ്പം, ബൈബിളിനകത്ത് ദൈവദാസന്മാർ ശപിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഐ നോ ദാറ്റ് ദ കേഴ്സ് ഫ്രം സെർവൻറ്റ് ഓഫ് ഗോഡ് ക്യാൻ ഹാവ് ആൻ ഇമ്പാക്റ്റ്. ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ശരിക്കും 2 രാജാക്കന്മാർ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം എനിക്കിങ്ങനെ കിട്ടാൻ ഇടയായത്. അവിടെ ശരിക്കും എലൈഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് പോയി. എലൈഷയെക്കുറിച്ച് പറയുന്നത്, മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു. അതായത് എലീഷ എന്നല്ലേ പറയുന്നത് ശരിക്കും. അപ്പോൾ എലീഷ പ്രവാചകനെ ശരിക്കും എന്ത് ചെയ്തു? മാർഗമധ്യേ ബേഥേലിലേക്ക് പോകുന്ന വഴി എന്ത് ചെയ്തു? കുറച്ച് ബാലന്മാർ വന്ന് എന്ത് ചെയ്തു? പരിഹസിച്ചു. ഹല്ലേലൂയ. പരിഹസിച്ച് എങ്ങനെയാണ്? ശരിക്കും കഷണ്ടി തലയ ഓടിക്കോ എന്ന് പറഞ്ഞാണ് ശരിക്കും പ്രവാചകനെ എന്ത് ചെയ്യുന്നത്? പരിഹസിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പം എൻ്റെ മുടി കണ്ടിട്ട് ചില ആൾക്കാർ പറയും മൊട്ടത്തലയ എന്ന് പറയുന്ന പോലെ. ഹല്ലേലൂയ. 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 ഐ ഹാവ് നത്തിങ്. ഓക്കെ, ഐ ഹാവ് നോ ഇഷ്യൂ. ഹല്ലേലൂയ. ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് ദിസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊട്ടത്തലയാണെങ്കിൽ 1 കുളിക്കാൻ എളുപ്പം, 2 മുടി ചീകണ്ട, അല്ലെങ്കിൽ മുടി ചീകണ്ട, അല്ലെങ്കിൽ മുടി ചീകാൻ തന്നെ 5 മിനിറ്റ് വേണ്ടേ. ഹല്ലേലൂയ. സ്റ്റെഫി സിസ്റ്റർ, താങ്ക്സ് ഫോർ ഷെയറിങ് ദാറ്റ്. സ്റ്റെഫി സിസ്റ്റർ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ശരിക്കും. ഹല്ലേലൂയ. എലീഷ പ്രവാചകൻ ശരിക്കും ബേഥേലിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ചില ബാലന്മാർ അവനെ പരിഹസിച്ചു പറഞ്ഞ എന്താണ്? ശരിക്കും കഷണ്ടി തലയ ഓടിക്കോ. അപ്പം എലീഷ പ്രവാചകൻ ശരിക്കും കഷണ്ടി തല ആയിരിക്കണമല്ലോ. അപ്പം അതുകൊണ്ടാണല്ലോ കഷണ്ടി തലയെ ഓടിക്കോ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അവൻ തിരിഞ്ഞു നോക്കി, അവരെ കണ്ടു, കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശപിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ പ്രവാചകൻ അവരെ ശപിച്ചു. അപ്പോൾ ശപിച്ച സമയത്ത് എന്താ സംഭവിക്കുന്നത്? കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി 42 ബാലന്മാരെ ചീന്തി കീറി. ഹല്ലേലൂയ. ഞാനിത് മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു ശരിക്കും.
ഹലോ, ഞാൻ ഈ വചനം ഒന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും എലീശ പ്രവാചകൻ ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ആരാധിച്ചിട്ടാണോ ശപിച്ചത്? നോ 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 നോ. ഈ സെഡ് ഹലോ യു ആർ കേഴ്സ്ഡ്. കർത്താവിൻ്റെ നാമത്തിൽ ശപിച്ചു. ദ മൊമെൻറ്റ് ദറ്റ് കേഴ്സ് പ്രൊനൗൺസ്ഡ്, അതിൻ്റെ ഇമ്പാക്റ്റ് 2 പെൺകരടിൽ ഇറങ്ങി 42 ബാലന്മാരെ ചീന്തിക്കീറി. ഹല്ലേലൂയ. സോ in the Bible we can see that there are curses pronounced by the men of God. ദൈവത്തിൻ്റെ മനുഷ്യരിൽ നിന്നുള്ള ശാപങ്ങളുണ്ട്. ഹല്ലേലൂയ. മൂന്നാമത് എന്താണ്? ശരിക്കും സൈറ്റനിക് ഓൾട്ടേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ശരിക്കും നിങ്ങളോട് ലൈംഗിക സ്വപ്നങ്ങൾ വിഷയത്തിനകത്ത് ശരിക്കും in New Testament disciples cursed Ananias and Sapphira. ഓൾറൈറ്റ്, ഓക്കെ. മൂന്നാമത്തെ സംഭവം എന്താണ്? ശരിക്കും സാത്താൻ ശരിക്കും എന്ത് ചെയ്യും? സാത്താൻ്റെ ഡിമോണിക് സ്പിരിറ്റുകൾ എന്ത് ചെയ്യുന്നു? എൻചാൻറ്റിങ് സ്പിരിറ്റുകളുണ്ട്, കേഴ്സിങ് സ്പിരിറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ there are camps of the devil. അല്ലെങ്കിൽ ഡീമൺസിൻ്റെ ക്യാമ്പുകളുണ്ട്. ഇപ്പം നമ്മളൊരു എർത്തിലി റലത്തിനകത്ത് ഞാൻ ആ ലൈംഗിക സ്വപ്നങ്ങൾ പറഞ്ഞപ്പോൾ ഈവിൾ ഓൾട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. യെസ്, സലോമി സിസ്റ്റർ പറയുന്നത് ജീസസ് കേഴ്സ് ദ അൺഫ്രൂട്ട്ഫുൾ ഫിഗ് ട്രീ. അത് യേശു കർത്താവാണ് ശരിക്കും. അതാണ് പറഞ്ഞ് ദൈവത്തിൻ്റെ ശാപം ഉണ്ടെന്ന് പറയാനുള്ള കാരണം അതാണ് ശരിക്കും. ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ മനുഷ്യർ, മെൻ ഓഫ് ഗോഡ്, ദൈവദാസന്മാരുടെ ശാപം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിക്കും എലീശ പ്രവാചകൻ്റെ കാര്യം പറയാനിടയിൽ. അത് 2 രാജാക്കന്മാർ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങൾക്കകത്ത് നിങ്ങൾക്കത് പരിശോധിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു സോഴ്സ് എന്താണ്? ശരിക്കും സാത്താൻ. there are camps of the demons. ഓക്കെ, ഡിമോണിക് സ്പിരിറ്റ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു യുദ്ധം, ആരെങ്കിലും ഒരു യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ കുറേ പട്ടാളക്കാരുടെ ക്യാമ്പുകൾ ശരിക്കും ഉണ്ടാകാറുണ്ടല്ലോ. നമുക്കറിയാം, പട്ടാളക്കാരെന്ത് ചെയ്യും? 10, 50, 60, 100 ആൾക്കാർ ക്യാമ്പ് അടിച്ച് they are staying there and they are putting the strategies to attack, right? അതുപോലെ തന്നെ സ്പിരിച്വൽ റലത്തിനകത്ത്, സ്പിരിച്വൽ വേൾഡിനകത്ത് ഡീമൺസിൻ്റെ ക്യാമ്പുകളുണ്ട്. ഓൾട്ടറുകളുണ്ട്. ഓൾട്ടറുകൾ വ്യത്യസ്തമാണ് ശരിക്കും. ഓൾട്ടറുകൾ ഞാൻ നേരത്തെ പറഞ്ഞാണ് ശരിക്കും. ഓൾട്ടറിൽ നിന്ന് ശരിക്കും ദേ ക്യാൻ പ്രൊനൗൺസ് എ കേഴ്സ്. ഹല്ലേലൂയ. പക്ഷേ അതുപോലെ തന്നെ ഡിമോണിക് ക്യാമ്പുകളുണ്ട്. കുറേ കേഴ്സിങ് ഡീമൺസ്. സോ ദേ വിൽ ബി എൻചാൻറ്റിങ്, ദേ വിൽ ബി റിലീസിങ് കേഴ്സസ് അപ്പോൺ എ പേഴ്സൺ. ഹല്ലേലൂയ. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, പെട്ടെന്ന് ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പെട്ടെന്ന് എൻ്റെ ആത്മീയ മണ്ഡലം ഭയങ്കര കുരുടിച്ചു പോയി, ഭയങ്കരമായിട്ട് അങ്ങ് ഡാർക്ക്നെസ് വ്യാപിക്കുന്നു, ഭയങ്കരമായിട്ടൊരു അന്ധകാരം വ്യാപരിക്കുന്നു. ഒന്ന് എന്ത് പറയുന്നത്, ദർ ഇസ് നോ മൂവ്മെൻറ്റ്, നോ ഫ്ലോ, നത്തിങ് ഇസ് ഹാപ്പനിങ്. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ ഡിമോണിക് ക്യാമ്പ്സ്. 10, 20, 30 ഡിമോണിക് സ്പിരിറ്റുകൾ ഒരുമിച്ചിരുന്ന് കേഴ്സ് പ്രൊനൗൺസ് ചെയ്യും. അപ്പോൾ കേഴ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പം ദർ ഇസ് എ നെഗറ്റീവ് സ്പിരിച്വൽ എനർജി ഈസ് ബീങ് റിലീസ്ഡ് ഇൻ ടു യുവർ ലൈഫ്. അപ്പോൾ നമ്മുടെ ആത്മീയ മണ്ഡലത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ മണ്ഡലം മുഴുവൻ ദ ഫയർ വിൽ ബി ദെയർ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാത്ത ഒരു ക്രിസ്തീയ വിശ്വാസി ഹി ക്യാൻ നെവർ പ്രോസ്പർ. പ്രയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വചനം വെച്ചുള്ള പ്രാർത്ഥനയും ഭാഷാവരത്തിലുള്ള പ്രാർത്ഥനയ്ക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഈ പ്രാർത്ഥിക്കുമ്പോഴാണ് ശരിക്കും ജ്വലിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു തീക്കനൽ കിടക്കുന്നു. അപ്പോൾ ആ തീക്കനലിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഊതി കൊടുക്കുമ്പോൾ ആ തീക്കനൽ ആളി അത് കത്തുവല്ലേ ശരിക്കും. അതുപോലെ തന്നെയാണ് ശരിക്കും പ്രാർത്ഥനയും മെഡിറ്റേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, അതുപോലെ തന്നെ ഉപവാസം, ഇതെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ആത്മാവിനെ ആളി കത്തിക്കുകയാണ്. അപ്പോൾ ഫയറുണ്ട്. അപ്പോൾ ഈ ഫയർ നമ്മുടെ ചുറ്റും ഉള്ളപ്പോൾ എന്ത് ചെയ്യും? ഈ പിശാചിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളപ്പോഴാണ് ശരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്നത്. ഹല്ലേലൂയ, സന്തോഷത്തോടെ യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഇടത്തോടെ നടക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നറിയാം, ദർ ഇസ് എ ഫയർ ഇൻ അവർ സ്പിരിറ്റ്. So these demons, even though they are enchanting, they are cursing us, they are releasing some negative energy, it doesn't affect us. കാരണം fire is there. The spirit of God is in us. അതുപോലെ തന്നെ ഒരു ഫയറിനകത്താണ് നമ്മൾ ശരിക്കും ആയിരിക്കുന്നത്. അല്ലല്ലേ? പക്ഷേ ഈ പ്രാർത്ഥന കുറയുമ്പോൾ, ഈ വചനത്തിൻ്റെ ധ്യാനം കുറയുമ്പോൾ, മെഡിറ്റേഷൻ കുറയുമ്പോൾ, ലോകത്തിൻ്റെ രീതി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ഫയർ ഗോസ് ഡൗൺ. ഫയർ കുറയുമ്പോൾ എന്ത് ചെയ്യും? ആ നെഗറ്റീവ് എനർജി സ്ലോലി നമ്മളെ അഫക്റ്റ് ചെയ്യും. പെട്ടെന്നാണ് ശരിക്കും തലയ്ക്ക് ഭാരം, തലവേദന എടുക്കുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ദ റീസൺ ഈസ് ബിക്കോസ് യുവർ പ്രെയർ ലൈഫ് ഹാസ് ഗോ ഡൗൺ. ഹല്ലേലൂയ. അപ്പോൾ അത് ഓവർകം ചെയ്യണമെങ്കിൽ പ്രെയറിലൂടെ അത് ഓവർകം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പ്രേയറിലൂടെ ഓവർകം ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്കകത്തിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ടച്ച് പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രെയർ വരുമ്പോൾ, അല്ലെങ്കിൽ ടച്ച് വരുമ്പോൾ, ദെൻ യു ആർ അഗെയിൻ ബാക്ക് ടു ദ
നോർമൽ ലൈഫ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട നിങ്ങളെ കൺസിസ്റ്റൻ്റായിട്ടുള്ള ഒരു സ്ഥിരതയോടെയുള്ള ഒരു ക്രിസ്തീയ ലൈഫ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ് ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. ഒരു പാറ്റേൺ ഉണ്ടാവണം. പ്രേയറിനൊരു പാറ്റേൺ, ഫാസ്റ്റിങ്ങിനൊരു പാറ്റേൺ, മെഡിറ്റേഷനൊരു വേർഡ് ഓഫ് ഗോഡിനൊരു പാറ്റേൺ അതുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഒരു കേഴ്സ് ശരിക്കും സൈറ്റൻ്റെ കിങ്ഡത്തിൽ നിന്നും വരാൻ പറ്റും. ദി വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് ഡിമോണിക് സ്പിരിറ്റ്. ദെയർസ് എ ക്യാമ്പ് ഓഫ് ദ ഡെവിൾ. സംടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെൻ ഐ പ്രേ ഐ ജസ്റ്റ് പ്രേ ലൈക്ക് ഐ സ്കാറ്റർ ദ ക്യാമ്പ് ഓഫ് ദ ഡെവിൾ. സാത്താൻ്റെ ക്യാമ്പിനെ സ്കാറ്റർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിമോണിക് സ്പിരിറ്റ് അവരെല്ലാം ഒരുമിച്ചിരുന്ന് ജിയോ എന്ന് പറയുന്ന എൻ്റെ ലൈഫിനെ അവർ പാറ്റേൺ പഠിക്കുകയാണ്. ഇവൻ ഇന്ന സമയത്ത് എഴുന്നേൽക്കുന്നു, ഇന്ന സമയത്ത് ആഹാരം കഴിക്കുന്നു, ഇന്ന സമയത്ത് ഉറങ്ങുന്നു, ഇന്ന സമയത്ത് സംസാരിക്കുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന ചാനലുകൾ വാച്ച് ചെയ്യുന്നു, ഇന്ന വെബ്സൈറ്റിനകത്ത് കയറുന്നു, ഇന്ന പ്രവൃത്തികൾ ചെയ്യുന്നു. സോ നിങ്ങളുടെ പാറ്റേൺ, ദേ ആർ ഒബ്സർവിങ് യുവർ ലൈഫ് പാറ്റേൺ. ആ പാറ്റേൺ അനുസരിച്ചാണ് ദേ ആർ പ്രിപ്പയറിങ് ദ സ്ട്രാറ്റജി ആൻഡ് ദേ ആർ റിലീസിങ് ദ കേഴ്സസ്, പ്രൊനൗൺസിങ് നെഗറ്റീവ് എനർജി. അല്ല, അപ്പോൾ സംടൈംസ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് നമ്മുടെ വായിക്കാത്തോട് പറയും ആ ക്യാമ്പ് ഓഫ് ദ ഡെവിൾ, സ്കാറ്റർ ദ ക്യാമ്പ് ഓഫ് ദ ഡെവിൾ. പരിശുദ്ധാത്മാവിൻ്റെ ആ ആരോ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അവരുടെ ആ ക്യാമ്പിനെ തകർത്ത് കളയാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടാള ക്യാമ്പിലേക്ക് തീ ഇട്ട് കഴിഞ്ഞാൽ എന്നെ സംഭവിക്കും? ആ ക്യാമ്പിന് തീ പിടിക്കും. ഹല്ലേലൂയ. ഈ സെയിം ഹോളി സ്പിരിറ്റ് ഇസ് എ ഫയർ, arrow of fire. You can really send the arrow of fire into the camp of the devil. It's possible. These are very, very real things. നമ്മൾ ഫിസിക്കലായിക്കൊണ്ട് നമ്മൾ കാണുന്നില്ല, പക്ഷേ ഇൻ ദ റെലം ഓഫ് ദ സ്പിരിറ്റ് ഇറ്റ്സ് ഹാപ്പനിങ്. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും ക്യാമ്പ് ഓഫ് ദ ഡെവിൾസ് ഉണ്ട്. അപ്പം ആ ക്യാമ്പിൽ ഇരിക്കുന്ന ആ ഡിമോണിക് സ്പിരിറ്റുകൾ ദേ അറ്റർ ഇൻ എ കേഴ്സസ് ആഫ്റ്റർ കേഴ്സസ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈവിൾ ഓൾട്ടേഴ്സ് ഉണ്ട്. ശരിക്കും ഞാനത് ഈവിൾ ഓൾട്ടേഴ്സിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൽ ഡ്രീംസിൻ്റെ ആ ഒരു സ്റ്റഡിക്കകത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ശരിക്കും. അപ്പം ദൈവത്തിൽ നിന്ന് ശാപങ്ങൾ വരാം, ദൈവത്തിൻ്റെ മനുഷ്യരിൽ നിന്ന് ശാപങ്ങൾ വരാം, സാത്താൻ്റെ റലത്തിൽ നിന്ന് ശാപങ്ങൾ വരാം, അതുപോലെ തന്നെ സാത്താൻ്റെ മനുഷ്യരിൽ നിന്ന് ശാപങ്ങൾ വരാം. അപ്പോൾ സാത്താൻ്റെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ആരാണ്? ശരിക്കും വിഷ് ക്രാഫ്റ്റ് ചെയ്യുന്നവർ, സോഴ്സറി ചെയ്യുന്നവർ, അല്ലെങ്കിൽ തിന്മ പ്രവർത്തിച്ച് നടക്കുന്നവർ. അവരുടെ വായിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകൾ ഒരു കൂരമ്പ് പോലെ പതിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില സമയത്ത് ക്രിസ്തീയ വിശ്വാസികളെയും സാത്താൻ എന്ത് ചെയ്യും? അവൻ്റെ ഉപകരണമായിട്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കായിരിക്കാം ശരിക്കും കൂരമ്പ് പോലെ തറച്ചു കയറുന്നത്. ഹല്ലേലൂയ. ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ വാക്കുപോലെയല്ല, ചില സമയത്ത് കടന്നു വരുന്ന ചില വാക്കുകൾ ശരിക്കും നിങ്ങളുടെ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തെ ബ്രേക്ക് ചെയ്യുന്ന പവറുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദെർ ഇസ് എ സ്പിരിറ്റ് ദാറ്റ് ഈസ് ബീങ് റിലീസ്ഡ് വിത്ത് ദാറ്റ് വേർഡ്. അതായത് എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്, അപ്പം കർത്താവ് പറഞ്ഞ എൻ്റെ വചനങ്ങൾ എന്താണ്? സ്പിരിറ്റ് ആൻഡ് ലൈഫ്. അപ്പം ഞാനൊരു വചനം സംസാരിക്കുമ്പോൾ, ഞാൻ ദൈവവചനം സംസാരിക്കുമ്പോൾ അത് ഇറ്റ് ഈസ് റിലീസിങ് എ സ്പിരിറ്റ് ആൻഡ് ഓൾസോ ദെയർ ഈസ് എ ലൈഫ് ഇൻ ഇറ്റ്. ഹല്ലേലൂയ. എൻ്റെ വായിൽ നിന്ന് കടന്നു വരുന്ന വാക്ക് എന്താണ്? ആത്മാവാണ്. ആത്മാവിനകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. അപ്പം അത് റിസീവ് ചെയ്യുന്ന വ്യക്തികളുടെ ലൈഫിനകത്ത്, അവരുടെ ലൈഫിനകത്ത് എന്താ? ദേ ആർ ഓൾസോ റിസീവിങ് ദ സ്പിരിറ്റ് ആൻഡ് ഓൾസോ ലൈഫ്. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെയാണ് ശരിക്കും നമ്മളിപ്പം ആർഗ്യുമെൻറ്റുകൾ ചെയ്യുമ്പോൾ, ഫൈറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഭാര്യയുടെ വായിൽ നിന്ന് കടന്നു വരുന്ന ഒരു വാക്ക്, അപ്പോൾ ആ വാക്കിൻ്റെ മേൽ ഒരു സ്പിരിറ്റ് ആക്ടിവേറ്റഡ് ആവും. നമുക്കറിയാം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിനകത്ത് നമുക്കത് കാണാൻ സാധിക്കും. ദ ഫയറി ഡാർട്സ് ഓഫ് ദ വിക്കഡ് വൺ എന്ന് പറയുന്നുണ്ട് ശരിക്കും. അതായത് സാത്താൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ എന്ന് മലയാളം വേർഷനകത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞ സാത്താൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ തടുത്ത് നിൽക്കുവാൻ, ചെറുത്ത് നിൽക്കുവാൻ ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് ഷീൽഡ് ഓഫ് ഫെയ്ത്ത് which will be able to quench all the fiery darts of the wicked one. സാത്താൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ. അപ്പോൾ ഈ കൂരമ്പുകൾ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ when you release a word, a demon possess that word and come and attack you. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ഇപ്പോൾ ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്ക് പിടിക്കുന്നു, ഹല്ലേലൂയ, വഴക്കുണ്ടാക്കുന്നു. ചില സമയത്ത് വഴക്കുകൾ ഭയങ്കര ആഴത്തിലുള്ള മുറിവുണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ മേൽ there is a demonic spirit is taking a control. ഹല്ലേലൂയ. അപ്പോൾ ആ വാക്ക് എന്താണ്? ഒരു ആരോ പോലെ, ഒരു ഫയറി ഡാർട്ട് പോലെ എന്ന് പറയുന്നത് ശരിക്കും അജിത് ബ്രദർ അവിടെ ഇട്ടിട്ടുണ്ട്. ശരിക്കും ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുകയും. അപ്പം ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളുണ്ട്. അങ്ങനെ ഒരു ഫയറി ഡാർട്ടുണ്ട് ശരിക്കും.
ഹാലലൂയ. അപ്പോൾ അതെന്താണ് ശരിക്കും, ഇറ്റ് ആക്ച്വലി നിങ്ങളുടെ വാക്കിനകത്ത് ആ സ്പിരിറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുമ്പം ഇറ്റ് ആക്ച്വലി ക്രിയേറ്റ് എ ലോട്ട് ഓഫ് എന്ത് പറയുന്നത് ശരിക്കും, ഇറ്റ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഡാമേജ് ടു യുവർ സ്പിരിറ്റ് ആൻഡ് യുവർ സോൾ, യുവർ ഇമോഷൻസ്, യുവർ ഹാർട്ട് ഓൾ ആർ വെരി മച്ച് ബ്രോക്കൺ. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെ ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കരുത് എല്ലാ ദിവസവും പിശാച് അറ്റാക്ക്. നോ, ഹി ഓൾവേസ് പിക്ക് എ ഡേറ്റ്, ഒരു ദിവസം. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ എന്ന് സെലിബ്രേറ്റ് ചെയ്താലും അന്ന് കുടുംബത്തിൽ കലഹമാണ്. ഒരു വിവാഹ വാർഷികം ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്ന അന്ന്, എപ്പോൾ വിവാഹ വാർഷികം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ആഘോഷിക്കുന്നോ അന്ന് ശരിക്കും അവിടെ അടിയാണ്. അല്ലെ, കഴിഞ്ഞ മാസം പോലും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ പറഞ്ഞാണ് ശരിക്കും, ഹാലലി കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു ശരിക്കും, ഭയങ്കരമായ കലുഷിതമായിട്ടുള്ള ദിവസമായിരുന്നു ശരിക്കും. അതിൻ്റെ തലേ ദിവസവും ആ ബർത്ത്ഡേയുടെ അന്നു. ഹാലലി. അപ്പോൾ നമുക്കെപ്പോഴും പ്രഷ്യസായിട്ടുള്ള ദിവസങ്ങൾ ഏതാണോ, നമുക്കെപ്പോഴും പ്രഷ്യസായിട്ടുള്ള കാര്യങ്ങൾ ഏതാണോ, ആ ദിവസത്തെ പിശാച് പിക്ക് ചെയ്യും. ഹാലലി. പിക്ക് ചെയ്തിട്ട് ഹി വിൽ അറ്റാക്ക് യു ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡേ. ഹാലലി. അപ്പോൾ പിശാച് ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു ഡേറ്റിന് മുമ്പ് ഹി ഓൾവേസ് വിൽ ക്രിയേറ്റ് പ്രഷർ, പുട്ട് പ്രഷർ ആഫ്റ്റർ അവൻ സീക്വൻഷ്യലി അവൻ ബിൽഡപ്പ് ചെയ്യും, ആ ദിവസത്തിൽ അറ്റാക്ക് ചെയ്യും. ഹല്ലേലൂയ. ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്ന് അറ്റാക്ക് ചെയ്യല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളിന് മാത്രം പറയുന്നതാണ്, ഉദാഹരണത്തിന് മാത്രമായിട്ട് പറയുന്നതാണ്. ദേവി തന്നെ മിസ്കോട്ട് ചെയ്ത് അവിടെ ഇവിടെയും പറയരുത്. ഇപ്പം നമുക്ക് കേരളത്തിൽ ഇപ്പം നമുക്കറിയാം, ഒരു സഹോദരി വിസ്മയ എന്ന് പറയുന്നൊരു സഹോദരി കഴിഞ്ഞ ദിവസം അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അറിയത്തില്ല. ഓക്കെ, നമുക്കറിയത്തില്ല. ഐ എം നോട്ട് ഗോയിങ് ടു കമൻറ്റ് അബൌട്ട് വാട്ട് ഹാപ്പൻ. ഓക്കെ, ആ വ്യക്തിയുടെ ലൈഫിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയുക. നമ്മൾ സ്പിരിച്വൽ കണ്ണിലൂടെ കാണുക. ഓക്കെ, ആത്മാവിൻ്റെ കണ്ണിലൂടെ കാണുക. ഇപ്പോൾ ഡേ 1 തൊട്ട് മാരീഡായ ഡേ 1 തൊട്ട് വൺ ആഫ്റ്റർ അനദർ ദർ ആർ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആർ ഹാപ്പനിങ്. ഹല്ലേലൂയ. അപ്പോൾ പിശാച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിൽ ഡേ, എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, ഇൻ ഓർഡർ ടു വിസ്റ്റാൻഡ് ഇൻ ദ ഇവിൽ ഡേ, ദുഷ്ടൻ്റെ ദിനത്തിൽ ചേർത്ത് നിൽക്കുക. അപ്പോൾ ഒരു ദിവസം അവൻ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സത്തം പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ദിവസത്തിൽ ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവൻ എന്ത് ചെയ്യും? ആദ്യം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഹീസ് ബിൽഡിങ് അപ്പ് ആൻഡ് ദറ്റ് പർട്ടിക്കുലർ ഡേ അറ്റാക്ക്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഒരു ദിവസത്തെ പിശാച് പിക്ക് ചെയ്യും. അപ്പോൾ ആ പിക്ക് ചെയ്യുന്ന ദിവസത്തിൽ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഓരോ ദിവസത്തിലും അതിനുവേണ്ടി അവൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ആ പർട്ടിക്കുലർ ദിവസത്തിനകത്ത് എന്ത് ചെയ്യും? അവൻ്റെ ടാസ്ക് അവൻ എക്സിക്യൂട്ട് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് അത്, ആത്മഹത്യയാണോ കൊലപാതകമാണോ, ഐ ഡു നോട്ട് നോ. ബട്ട് വെൻ യു സ്പിരിച്വലി സീ ദാറ്റ്, അവരുടെ ലൈഫിനെ നമ്മൾ അറിയുന്ന ഇൻഫർമേഷൻസിലൂടെ നമ്മൾ നോക്കുമ്പോൾ വൺ ആഫ്റ്റർ അനദർ ദ ഡെവിൾ വാസ് പ്രിപ്പയറിങ് ഫോർ ദിസ് പർട്ടിക്കുലർ ടൈം, ആ ഡേ, ആ ദിവസത്തിന് വേണ്ടി അവൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു, വൺ ആഫ്റ്റർ അനദർ. ആൻഡ് ദ പർട്ടിക്കുലർ ഡേ കെയിം, he executed his task. Alright, so എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിനകത്ത് നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ദുഷ്ടൻ്റെ കൂരമ്പുകളുണ്ട്. അപ്പം വ്യക്തികളുടെ വായിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകളുടെ മേൽ ഡെമോണിക് സ്പിരിറ്റുകൾ എന്ത് ചെയ്യും? ദേ ക്യാൻ പൊസസ് ഇറ്റ് ആൻഡ് ദേ ക്യാൻ ഹേർട്ട് യു. അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ അങ്ങനെയുള്ള ചില വാക്കുകൾ വ്യക്തികൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഒത്തിരി ബ്രോക്കൺ ആയതുപോലെ തോന്നുന്നില്ലേ? അല്ലെങ്കിൽ കണ്ടമാനം അത് എപ്പോഴും സംസാരിക്കുന്ന പോലെയല്ല, പക്ഷെ അന്ന് സംസാരിച്ച ആ വാക്ക് ഒരു കൂരമ്പ് പോലെ, ഒരു അമ്പ് പോലെ നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് തളച്ച് കയറുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? അത് മറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ദർ ഇസ് എ സ്പിരിറ്റ് ബിഹൈൻഡ് ഇറ്റ്, ദർ ഇസ് എ സ്പിരിറ്റ് ഇൻവോൾവ് ഇൻ ഇറ്റ്. അപ്പോൾ ആത്മാവില്ലാത്ത ഒരു ഡിമോണിക് സ്പിരിറ്റ് ഇല്ലാത്ത ഒരു സംസാരവും ഡിമോണിക് സ്പിരിറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ള സംസാരവും തമ്മിൽ ആനയുടെയും ആടിൻ്റെയും വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ ഡിമോണിക് സ്പിരിറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ആ ഒരു വാക്ക് അത് തറച്ച് കയറും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ശരിക്കും സങ്കീർത്തന പുസ്തകത്തിനകത്ത് 34-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിനകത്ത് കർത്താവ് പറയുന്നത്, ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ജീസസ് ഈസ് വിത്ത് യു. കർത്താവുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ആ മനസ്സിൻ്റെ മുറിവിനെ ഉണക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇന്നർ ഹീലിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഹല്ലേലൂയ. ആന്തരിക മുറിവ് വളരെ അതിൻ്റെ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആന്തരിക മുറിവുള്ള വ്യക്തികൾക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ലൈഫിനകത്തും അഡ്വാൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഇന്നർ വൂൺസ് അങ്ങനെ കടന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുക ശരിക്കും.
ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലയിൽ ഒരു മുറിവുണ്ടായിരുന്നിരിക്കട്ടെ. അപ്പോൾ കാലേ മുറിവുണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റും അല്ലേ ശരിക്കും. പക്ഷേ കാലേ മുറിവുണ്ടായിക്കഴിഞ്ഞാലോ നമുക്ക് അതുപോലെ ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ആന്തരിക മുറിവുകൾ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പോൾ ആന്തരിക മുറിവുകൾ നമുക്ക് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു ഇന്നർ ഹീലിങ്ങിൻ്റെ ഒരു സെഷൻസ് നമുക്ക് ചെയ്യണം, കർത്താവ് അനുവദിക്കുന്നെങ്കിൽ. എന്നെ കർത്താവ് അതിനകത്ത് ശരിക്കും എൻലൈറ്റൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഈ ജനറേഷണൽ കേഴ്സസിൻ്റെ അത് കഴിഞ്ഞിട്ട് സോൾട്ടൈസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോൾട്ടൈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം ശരിക്കും. അപ്പോൾ ഈ ഇന്നർ വൂൺസ് ഉള്ള വ്യക്തികൾക്ക് ലൈഫിനകത്ത് മുമ്പോട്ട് പോകാൻ അഡ്വാൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്നർ ഹീലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ ലൈഫിനകത്ത് ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അനേകം പേര് ഹല്ലേലൂയ നമ്മളെ ഓരോ സീസണുകളിൽ ഓരോ സമയത്ത് ഈ ജ്വലിക്കുന്ന കൂരമ്പ് പോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് മുറിവുകളുണ്ടാവും. ഇറ്റ് ക്യാൻ വൂണ്ട് യുവർ സ്പിരിറ്റ്. നിങ്ങളുടെ സ്പിരിറ്റിനെ അതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് ശരിക്കും നമ്മുടെ ഹീലിംഗ് എടുത്ത് ശരിക്കും പുറത്ത് വരണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ഐ ബിലീവ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഹല്ലേലൂയ. വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. ഹോളി സ്പിരിറ്റ് വിൽ എൻലൈറ്റൻ യു. അപ്പോൾ 4 സോഴ്സസ് ഉണ്ട്. ദൈവത്തിൽ നിന്നുള്ള കേഴ്സുകളുണ്ട്, ദൈവിക മനുഷ്യരിൽ നിന്ന് കടന്നു വരുന്ന കേഴ്സുകളുണ്ട്, സാത്താൻ്റെ തലത്തിൽ നിന്ന് കടന്നു വരുന്ന കേഴ്സുകളുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ ലൈഫിനകത്തുനിന്ന് സാത്താൻ്റെ മനുഷ്യ അല്ലെങ്കിൽ സാത്താനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു നിമിഷത്തിനകത്തുനിന്ന് കടന്നു വരുന്ന കേഴ്സുകളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കേഴ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കേഴ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പല പാറ്റേണുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ശരിക്കും എന്ത് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേണുകൾ ഒരു ഫാമിലി ട്രീക്കകത്ത്, ഒരു ഫാമിലി സ്ട്രക്ചറിനകത്ത് നമ്മൾ കാണുവാൻ സാധിക്കുന്നെങ്കിൽ ഹല്ലേലൂയ വി നോ ദാറ്റ് ദെയർ ഇസ് എ കേഴ്സ്. ഹല്ലേലൂയ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശരിക്കും മാരേജിനകത്തുള്ള പല സിംറ്റംസിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്താണ് ശരിക്കും ബാരൻനെസ്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മിസ്കാരേജുകൾ, അല്ലെങ്കിൽ വിവാഹം നടക്കാത്ത കുടുംബങ്ങൾ, അല്ലെങ്കിൽ കീപ്പ് ഓൺ ഡിവോഴ്സസ് നടക്കുന്ന കുടുംബങ്ങൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള മാരേജസ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് ശരിക്കും ദീസ് ആർ ദ സൈൻസ് ദാറ്റ് ദർ ക്യാൻ ബി എ കേഴ്സ് ആൻഡ് ദർ ഇസ് എ സ്പിരിച്വൽ എൻറ്റിറ്റി, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഈസ് വർക്കിംഗ് എഗൈൻസ്റ്റ് യുവർ ലൈഫ്. ഹല്ലേലൂയ. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള മാരേജ് മേഖലകൾക്കകത്തുണ്ടാകുന്ന കേഴ്സുകൾക്കകത്ത് പല കാരണങ്ങളുണ്ട്. ഒന്ന് ചിലപ്പം പൂർവ്വപിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് വന്ന കോസ്. ഞാൻ പറഞ്ഞ ഒരു കേഴ്സ് വിത്തൗട്ട് എ കോസ് ഇറ്റ് കനോട്ട് സ്റ്റാൻഡ്. അപ്പോൾ ഒരു കോസ് ഉണ്ടായി, ഒരു കാരണമുണ്ടായി, ആ കാരണമാണ് ആ കേഴ്സിനെ ട്രിഗർ ചെയ്തത്. അതിനുള്ള കാരണം അബോർഷനാകാം, അൺനാച്ചുറൽ സെക്സ് ആകാം, അല്ലെങ്കിൽ സെക്ഷുവൽ സിൻസ് ആകാം, ചൈൽഡ് സാക്രിഫൈസസ് ആകാം, അല്ലെങ്കിൽ മർഡർ. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് സോ ഹിസ് മാരേജ് ഈസ് ഇൻ ട്രബിൾ. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും കർത്താവ് വെളിപ്പെടുത്തി തന്നത് കാരണം ശരിക്കും ദെയർ ഇസ് എ മർഡർ. ഹല്ലേലൂയ. ഒരു അവരുടെ ബ്ലഡ് ലൈനിനകത്തൊരു മർഡർ ഉണ്ട്. ഹല്ലേലൂയ. സോ ദാറ്റ് ഈസ് എ കേഴ്സ്. ഹല്ലേലൂയ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പീപ്പിൾസ് ലൈഫ്. അപ്പോൾ അതാണ് ശരിക്കും ഹോളി സ്പിരിറ്റിൻ്റെ കൂടെ നമ്മൾ ആഴത്തിൽ അല്ലെങ്കിൽ കൂട്ടോട് ഒരുമിച്ച് നടക്കേണ്ടതിൻ്റെ ആവശ്യകത. അതാണ് ശരിക്കും. ഇനി ഫൈനാൻസ് മേഖലയ്ക്കകത്താണെങ്കിലോ ശരിക്കും ഫൈനാൻസ് മേഖലയ്ക്കകത്ത് അല്ലെങ്കിൽ നമുക്കറിയാം എത്ര അധ്വാനിച്ചാലും എന്ത് ചെയ്യുന്നു, പണം നിൽക്കത്തില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ എത്ര ബിസിനസ് ചെയ്താലും പ്രോസ്പെരിറ്റി ഇല്ല. അത് ഒരു ജനറേഷനിൽ മാത്രമല്ല, പല ജനറേഷനുകളിൽ അത് സംഭവിക്കുന്നു. സോ മണി ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ഇനഫ് ത്രൂ ഔട്ട് ദ ലൈഫ്. അപ്പോൾ അതൊരു സിംറ്റമാണ് ശരിക്കും. അപ്പോൾ അതിന് പല കേസുകളുണ്ട്, അല്ലെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. മെയിൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ശരിക്കും ബ്ലഡ് സാക്രിഫൈസസ് ടു ഗോഡ്സ്, അല്ലെങ്കിൽ ചില വിഗ്രഹങ്ങൾക്ക്, സ്പിരിറ്റ് ഓഫ് മാമോൻ. ആ സ്പിരിറ്റുകൾക്ക് ഇപ്പോൾ സ്പിരിറ്റ് ഓഫ് മാമോൻ എന്ന് പറയുന്നത് ആ സ്പിരിറ്റ് പല ദേശങ്ങളിലും പല പേരുകളിലാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു പേരാണെങ്കിൽ ഇപ്പോൾ ചൈനയിൽ വേറൊരു പേരിലായിരിക്കും ആ സ്പിരിറ്റ്. സെയിം സ്പിരിറ്റാണ്, സ്പിരിറ്റ് ഓഫ് മാമോനാണ്, പക്ഷേ സെയിം ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ശരിക്കും സ്പിരിറ്റ് ഓഫ് അസ്ത്രോതാണ് ശരിക്കും കാളി എന്ന് പറയുന്ന സ്പിരിറ്റ് ഓഫ് അസ്ത്രോതാണ്. പക്ഷേ ആ കാളി എന്ന് പറയുന്ന സ്പിരിറ്റ് നമ്മുടെ ഇന്ത്യ ദേശത്താണെങ്കിൽ അത് ചൈനയിൽ വേറൊരു പേരിലാണ് ശരിക്കും, യൂറോപ്പിൽ വേറൊരു പേരിലാണ്. പക്ഷേ ഇറ്റ്സ് ഓൾ സ്പിരിറ്റ് ഓഫ് അസ്ത്രോത്ത്. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് മാമോൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ആ സ്പിരിറ്റ് പല ദേശങ്ങളിലും പല വിഗ്രഹങ്ങളുടെ രൂപത്തിലും പല ദൈവങ്ങളുടെ പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പണം ഉണ്ടാകാൻ വേണ്ടി
ഹല്ലേലൂയ. അങ്ങനെ സമ്പത്തുണ്ടാകാൻ വേണ്ടി പൂർവ്വപിതാക്കന്മാർ അങ്ങനെയുള്ള വിഗ്രഹങ്ങൾക്ക് ബ്ലഡ് സാക്രിഫൈസസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ഫൈനാൻഷ്യൽ കേഴ്സസ്. ഹല്ലേലൂയ. ബ്ലഡ് സാക്രിഫൈസ് വളരെ കോമൺ ആയിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ. ഞാൻ ആദ്യമൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഹ്യൂമൻ സാക്രിഫൈസസ് ചെയ്യുമായിരുന്നു ആൾക്കാർ. ഹ്യൂമൻ കുഞ്ഞുങ്ങളെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ 2-3 ജനറേഷനൊക്കെ മുമ്പ് ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി, അടുത്ത ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി മൂത്ത കുഞ്ഞിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ സാക്രിഫൈസ് ചെയ്യും, മനുഷ്യരെ സാക്രിഫൈസ് ചെയ്യും. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി വെരി കോമൺ, വെരി വെരി കോമൺ. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ശരിക്കും. നമുക്കറിയത്തില്ല ശരിക്കും 3-4 തലമുറകളിലൊക്കെ ആൾക്കാർ ജീവിച്ചത് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. സോ ഇറ്റ്സ് എ സീരിയസ് സിൻ. ആൻഡ് സ്പിരിറ്റ് ഓഫ് മാമോൻ, ബ്ലഡ് സാക്രിഫൈസസ്, അല്ലെങ്കിൽ കോഴിവെട്ട്, അല്ലെങ്കിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുക സമ്പത്തുണ്ടാകാൻ വേണ്ടി, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ശരിക്കും വളരെ കോമൺ ആണ്. ദിസ് ഓൾ ഈസ് സ്പിരിച്വൽ. എനിത്തിങ് റിലേറ്റഡ് വിത്ത് ബ്ലഡ്, വെരി വെരി കെയർഫുൾ, വെരി വെരി കെയർഫുൾ. ബ്ലഡ് ഇൻവോൾവ് ആയിട്ടുള്ള ഏത് കവനൻ്റ് എടുത്താലും, ഇപ്പം നമുക്കറിയാം ദൈവം തന്നെ നമ്മളോട് കവനൻ്റ് ചെയ്തത് എങ്ങനെയാണ്? ഇറ്റ്സ് എ ബ്ലഡ് കവനൻ്റ്. ദാറ്റ്സ് എ മോസ്റ്റ് പവർഫുൾ കവനൻ്റ്. അതിന് മുകളിലൊരു കവനൻ്റ് ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ അതാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവം തന്നെ അത് ചെയ്തെങ്കിൽ പിശാച് എത്രയോ അധികമായി രക്തം ഉപയോഗിക്കും അവൻ. ഹല്ലേലൂയ. ബ്ലഡ് തേഴ്സ്റ്റിംഗ് അല്ലെങ്കിൽ ബ്ലഡ് ഡ്രിങ്കിങ് ഡീമൺസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് അത് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ബ്ലഡ് ഇൻവോൾവ് ആയിട്ടുള്ള, അതുകൊണ്ടാണ് ശരിക്കും അബോർഷൻ ഈസ് എ സീരിയസ് സിൻ. സീരിയസ്. ഹല്ലേലൂയ. അബോർഷൻ ഈസ് എ ബ്ലഡ് സാക്രിഫൈസ് ടു ഡീമൺസ്. ഡിമോണിക് സ്പിരിറ്റിന് കൊടുക്കുന്ന സാക്രിഫൈസാണ് അബോർഷൻ. ഹല്ലേലൂയ. അപ്പം അങ്ങനെ അബോർഷനിലൂടെ ഏതെങ്കിലും എന്നെ കേൾക്കുന്ന ആൾക്കാരുടെ കൈകൾ അത് രക്തപങ്കിലമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ, യു മസ്റ്റ് റിപ്പൻറ്റ് സിൻസിയർലി ബിഫോർ ഗാഡ്. ഹല്ലേലൂയ. നിങ്ങൾ ശരിക്കും റിപ്പൻറ്റ് ചെയ്യണം. കാരണം ബ്ലഡ് കവൻ, ഇപ്പം ഞാൻ കഴിഞ്ഞൊരു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, ഒരു ഡെലിവറൻസ് സർവീസ് ചെയ്യുന്ന സമയത്ത്, the spirit is not coming out. Why? Because there is a murder. So the murder involved the blood, right? So those spirits are very very adamant. No, we will not come out. We will not go out. Hallelujah. അവരത് പോകാൻ തയ്യാറല്ല. കാരണം there is a blood involved. Hallelujah. So it's very very ഭയങ്കര ഡീപ്പാണ് ഈ സംഭവങ്ങൾ. അപ്പം ബ്ലഡ് എവിടെയെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ? ഇപ്പം മൃഗങ്ങളുടെ ബ്ലഡ് ആകാം. ഹല്ലേലൂയ. പക്ഷേ അതിനേക്കാൾ ഉന്നതമാണ് മനുഷ്യരുടെ ബ്ലഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുപയോഗിച്ചുള്ള സാക്രിഫൈസുകളോ ഉടമ്പടികളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി വെരി പവർഫുൾ. ആൻഡ് ദാറ്റ് നീഡ് മോർ പ്രെയർ, ദാറ്റ് നീഡ് മോർ സ്പിരിച്വൽ ഫോഴ്സ് ടു റിയലി കാസ്റ്റ് ഔട്ട്. ഹല്ലേലൂയ. സോ പിന്നെ രണ്ടാമതെന്താണ് ശരിക്കും, എനിക്കൊന്ന് ഇന്നൂടെ തീർത്തിട്ട് നമുക്ക് അടുത്ത സെഷനകത്ത് ഡെലിവറൻസ് തന്നെ ചെയ്യാം. അത് കർത്താവ് അനുവദിക്കും. രണ്ടാമത്തെ സംഭവം എന്താണ് ശരിക്കും? സിൻ കമ്മിറ്റഡ് എഗൈൻസ്റ്റ് പുവർ ഓർ വീക്ക് പീപ്പിൾ. ഹല്ലേലൂയ. പാവങ്ങൾക്കെതിരെ, പാവപ്പെട്ട ബലഹീനരായിട്ടുള്ള ആൾക്കാർക്കെതിരെ പാപം ചെയ്താൽ ദാറ്റ്സ് എ വെരി 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 സീരിയസ് സിൻ. അല്ല, ബലഹീനരായ വ്യക്തികളോട് നമ്മൾ എന്തെങ്കിലും അവരെ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ എടുത്തേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ എടുത്തേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 22. അതായത് നമ്മളെക്കാൾ കഴിവില്ലാത്തവർ, ബലഹീനരായവർ, അവരോട് നമ്മൾ ചെയ്യുന്ന പാവങ്ങൾ, ബലഹീനരായവർ അവരോട് ചെയ്യുന്ന പാവങ്ങൾ കർത്താവ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. ശരിക്കും അവിടെ പറയുന്നു, യേശു അരുളി ചെയ്തു, ഏഴെന്നല്ല അതിന് പറയുകയാണ്, സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. ഇവിടെ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് 25-ാം വാക്യം പറയുന്നു, അവന് അത് വീട്ടാൻ നിർവാഹമില്ലായിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടുവാൻ യജമാനൻ കൽപ്പിച്ചു. എന്നിട്ട് പറയുന്നു, അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. എന്നിട്ട് ആ സേവകൻ്റെ യജമാനൻ എന്ത് ചെയ്തു? അങ്ങനെ പറഞ്ഞപ്പോൾ അവനോട് മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. ഓക്കെ. എന്നിട്ട് അവൻ പുറത്തിറങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഇനി ശ്രദ്ധിക്കണം, അടുത്ത വാക്യം ശ്രദ്ധിക്കണം. സേവകൻ അവൻ എന്ത് ചെയ്തു? അവൻ പുറത്തിറങ്ങി തനിക്ക് 100 ദനാറ നൽകാനുണ്ടായിരുന്നവൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി.
അപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ കഴുത്തു പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു. കണ്ടില്ലേ? അല്ലെങ്കിൽ ഒരുത്തൻ ബലഹീനനായ ഒരുത്തനോട് പെരുമാറുന്നത്. പക്ഷെ ആ സേവകന് ശരിക്കും അവൻ്റെ യജമാനൻ ഇളച്ചു കൊടുത്തതാണ്. പക്ഷേ അവൻ്റെ സഹസേവകൻ എന്ത് ചെയ്തു? ഇവൻ എന്ത് ചെയ്തു? മോശമായിട്ട് പെരുമാറുകയാണ്. അവൻ്റെ ബലഹീനതയെ അവിടെ മുതലെടുക്കുകയാണ്. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അടുത്ത വാക്യം പറയുന്നത്, യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബലഹീനരായ ആൾക്കാർ അവരോട് കമ്മിറ്റ് ചെയ്യുന്ന ഒരു പാപം, അത് ദൈവസന്നിധിയിൽ വളരെ സീരിയസ് ആണ്. ദാറ്റ് ക്യാൻ ട്രിഗർ എ കേഴ്സ്. ഹല്ലേലൂയ. ഇറ്റ് ക്യാൻ ട്രിഗർ എ കേഴ്സ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ വളരെ ഒത്തിരി കാര്യങ്ങളുണ്ട് ശരിക്കും. പിന്നെ ഫൈനാൻഷ്യൽ കേഴ്സസിനുള്ള മറ്റുള്ള കാരണങ്ങൾ, പാവങ്ങളിൽ നിന്ന് പണം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. സക്കേവൂസിൻ്റെ കഥ അറിയാം, സക്കേവൂസിൻ്റെ കാര്യം അറിയാം. ഹല്ലേലൂയ. പാവങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? പണം അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ട്രിഗർ എ കേഴ്സ്. ഹല്ലേലൂയ. കാരണം കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, യു ഷാൽ നോട്ട് സ്റ്റീൽ. മോഷ്ടിക്കരുത്. അത് ബലഹീനരിൽ നിന്നോ പാവങ്ങളിൽ നിന്നോ വിധവകളിൽ നിന്നോ എന്താ പറയുക, അറിവില്ലായ്മ ഉള്ള ആൾക്കാരിൽ നിന്നോ എന്ത് ചെയ്ത് ഒരു കാരണവശാലും യു ഷുഡ് നോട്ട് ഡൂ ദാറ്റ്. ഹല്ലേലൂയ. ഒരു സഹോദരി ഞങ്ങളുടെ ഫാദർ ആൻഡ് മദറിൻ്റെ ഫാമിലിയിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുണ്ടാകാത്തതും കല്യാണങ്ങൾ നടക്കാത്തതും മെൻ്റൽ പ്രോബ്ലംസും ഒക്കെ ജനറേഷൻ ആൻസ് ഉണ്ട്. ഹല്ലേലൂയ. കണ്ടില്ലേ? അണ്ടാ സഹോദരി പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് എ സീരിയസ് സിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ശരിക്കും നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ശരിക്കും ഏതെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരുന്ന വേലക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പ്ലീസ് ഡു നോട്ട് ബിഹേവ് ബാഡ്ലി. അവരോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരിക്കാൻ പാടില്ല. അവരുടെ കണ്ണ് നിറയാൻ പാടില്ല. ഹല്ലേലൂയ. പ്ലീസ് ബി വെരി കെയർഫുൾ. ഹല്ലേലൂയ. എൻ്റെ വ്യക്തിപരമായ ലൈഫിനകത്തൊക്കെ അങ്ങനെയൊക്കെ മോശപരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. ശരിക്കും അതൊന്നും നമുക്ക് അന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു സബ്ജക്റ്റൊക്കെ പഠിക്കുമ്പോഴാണ് ശരിക്കും ഇറ്റ്സ് എ കേഴ്സ്. അതൊരു കേഴ്സാണ്. ഇറ്റ്സ് എ കോസ്. അതൊരു കാരണമാണ് ശരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ തലമുറകളിലേക്ക് കേഴ്സിനെ റിലീസ് ചെയ്യുന്ന ഒരു കാരണമാണ്. ഹല്ലേലൂയ. മറ്റൊരു കാരണം സ്റ്റീലിംഗ് ദ തിങ്സ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും മോഷ്ടിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ടൈത്തിങ് ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഓഫറിങ്സ്. ദൈവത്തിൻ്റെ നമുക്കറിയാമല്ലോ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമാണ് ശരിക്കും ദൈവത്തിൻ്റെ വർക്ക് ദൈവം ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. സാത്താൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റവുമുണ്ട്. ഓക്കെ. ദൈവത്തിൻ്റെ സുവിശേഷവും ദൈവത്തിൻ്റെ പ്രവർത്തികളും ദൈവം ഈ ഭൂമിയിൽ ചെയ്തെടുക്കുന്നത് ദൈവമക്കളിലൂടെയാണ്. അല്ലേ? അപ്പോൾ സാത്താൻ്റെ സിസ്റ്റത്തിനകത്ത് അവൻ ചെയ്തിരിക്കുന്ന അവൻ്റെ വ്യക്തികളിലൂടെ, അവൻ്റെ മക്കളിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും അവരെ നോക്കിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മെക്കാനിസത്തെ നമ്മൾ കോപ്പി അടിക്കാൻ നോക്കേണ്ട കാര്യമില്ല. അവർക്കത് സംഭവിക്കുന്നത് ഒന്നും സംഭവിച്ചില്ലല്ലോ. അവൻ്റെ സിസ്റ്റം, സാത്താൻ്റെ സിസ്റ്റം വ്യത്യസ്തമാണ്, ദൈവത്തിൻ്റെ സിസ്റ്റം വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ സിസ്റ്റം, ദൈവത്തിൻ്റെ വർക്ക് ഈ ഭൂമിയിലൂടെ ദൈവം ചെയ്തെടുക്കുന്നത് ദൈവമക്കളിലൂടെയാണ്. അപ്പോൾ ദൈവമക്കൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ, ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വർക്കുകൾ ചെയ്തെടുക്കാൻ വേണ്ടി ദൈവം ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന സിസ്റ്റമാണ് ശരിക്കും ടൈറ്റ്സ് ആൻഡ് ഓഫറിങ്. അല്ലെങ്കിൽ ദശാംശവും ഓഫറിങ്ങും, കാഴ്ചകളും. അല്ല, അപ്പോൾ അത് നിങ്ങൾ മോഷ്ടിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യാതിരുന്നാൽ ഇറ്റ് ഈസ് സ്റ്റീലിംഗ്. അല്ലെങ്കിൽ മറ്റൊരു ശുശ്രൂഷയ്ക്കകത്ത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ആ മേഖലയ്ക്കകത്ത് കൂടുതലായിട്ടുള്ള ഒരു എൻലൈറ്റ്മെൻറ്റ് തരാനിടയായി. ശരിക്കും ഞാൻ അങ്ങനെ ഈ എന്താ പറയുന്ന ഒരു ടൈത്തിങ് ഒന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു ശരിക്കും. ബിക്കോസ് ഐ കെയിം ഫ്രം എ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിനകത്ത് ശരിക്കും നമുക്ക് കുഞ്ഞുനാളിലൊന്നും അങ്ങനെ ഒരു ടൈത്തിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ ഓഫറിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അങ്ങനെ ടീച്ചിങ് ആയിട്ട് നമുക്ക് അധികം കിട്ടിയിട്ടില്ല. പക്ഷേ പെൻറ്റക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തികൾക്കൊക്കെ അതിനെക്കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ വൈഫ് സാലറി കിട്ടി അപ്പം തന്നെ, സാലറി എപ്പം വരുന്ന അപ്പം തന്നെ 10% എടുത്ത് ശരിക്കും
ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ വർക്ക് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ ആലോചിക്കുന്നത് എനിക്ക് അങ്ങനെങ്ങാനും ഒരു ബോധം പണ്ടെങ്ങാനും ആരെങ്കിലും തരുമായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഹിയർ. ഹല്ലേലൂയ. ചിലപ്പോൾ ഞാൻ ബെൻസിലൊക്കെ ആയിരുന്നു എനിക്ക് നടക്കേണ്ടത്. ഹല്ലേലൂയ. വണ്ടർഫുൾ ലോർഡ് ജീസസ്, ബ്യൂട്ടിഫുൾ ലോർഡ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ടൈത്തിങ് ആൻഡ് ഓഫറിങ്സ് ആർ ബോത്ത് ആർ, ടൈത്തിങ് മാത്രമല്ല ഓഫറിങ്, ബോത്ത് ആർ ആപ്ലിക്കബിൾ ടു ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച്. നേരത്തെ പറഞ്ഞു ഹല്ലേലൂയ, ദ ഹോൾ സ്ക്രിപ്ചർ ഈസ് ബൈ ദ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ്. എൻ്റെ വ്യക്തിപരമായ ലൈഫിനകത്ത് ഞാൻ ആരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ, എവ്രിബഡി ഹൂ കൺസിസ്റ്റൻ്റ്ലി ഫോളോ ടൈത്ത്, ദ ഫൈനാൻസസ് ആർ സ്ട്രോങ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇതിനെക്കുറിച്ച് ഈ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളിനെ കുറിച്ച് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഐ ഓൺലി സ്റ്റാർട്ടഡ് ടു പ്രാക്ടീസ് സിൻസ് 2019. 2019 മുതലാണ്. ശരി, ഞാൻ ആലോചിക്കുക 2007 ബോൺ അഗെയിൻ ആയതാണ്. സ്ക്രിപ്ചർ അറിയാമായിരുന്നു, വചനം അറിയാമായിരുന്നു. ബട്ട് ഐ ഡു ഓഫറിങ്സ്. വ്യക്തികൾക്കും സുവിശേഷ വേലയ്ക്കുമൊക്കെ ഓഫറിങ്ങുകൾ ഞാൻ കൊടുക്കുമായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ. പക്ഷേ ടൈത്തിങ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ 2019 എനിക്ക് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയത്. ഐ ക്യാൻ സീ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ മൈ ഫൈനാൻഷ്യൽ ഏരിയ. യുനോ ഇറ്റ്സ് എ റിയൽ പ്രിൻസിപ്പിൾ, ഒരു റിയൽ പ്രിൻസിപ്പിളാണ് ശരിക്കും. ടൈത്തിങ് ഫോളോ ചെയ്യുന്ന വ്യക്തികളുടെ ഫൈനാൻസ് മേഖല, ഐ എം ഷുവർ വാട്ട് എവർ ദാറ്റ് യു ആർ ഗ്യാതറിങ് ഇറ്റ് വിൽ സ്റ്റേ. ഹല്ലേലൂയ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു സമയത്തെടുക്കാം. പ്രത്യേകിച്ച് ഈ സ്റ്റീലിംഗ് എന്ന് പറയുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട്, സ്റ്റീലിംഗ് ദ തിങ്സ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ റിപ്പൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് അതിനൊരു മെക്കാനിസം ഉണ്ട് ശരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റെസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇപ്പം സക്കേവൂസ് പറയുന്നില്ല, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എടുത്തത് മാത്രമല്ല 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നതെന്ന് പറയുന്നില്ലേ. ഹല്ലേലൂയ. ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റെസ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ദശാംശത്തിനകത്ത് കർത്താവിന് കൊടുക്കേണ്ട പൈസയ്ക്കകത്ത് നിങ്ങൾ മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരികെ കൊടുക്കണം, അത് കർത്താവിൻ്റെ കയ്യിൽ തിരികെ കൊടുക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ സമയത്തൊക്കെയാണ് ശരിക്കും അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ലഭിച്ചത്. പലരും പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിളിനകത്ത് പല പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പോൾ പാപമോചനത്തിന് വേണ്ടി ഒരു പ്രിൻസിപ്പിളുണ്ട്. പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രിൻസിപ്പിൾ എന്താണ് ശരിക്കും? യേശു കർത്താവിൽ വിശ്വസിക്കുക. രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിൻസിപ്പിൾ, കുടുംബജീവിതം നന്നാകാൻ വേണ്ടിയുള്ള പ്രിൻസിപ്പിളുണ്ട്, മക്കളെക്കുറിച്ചുള്ള പ്രിൻസിപ്പിളുണ്ട്. അങ്ങനെ വിശുദ്ധ ബൈബിളിൽ ഓരോ മേഖലയ്ക്ക്, ഒരു വ്യക്തിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത മേഖലകൾക്കകത്ത് ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അല്ലല്ലേ? അപ്പോൾ സാമ്പത്തിക മേഖല ശരിയാകാനുള്ള ഒരു പ്രിൻസിപ്പിളാണ് ശരിക്കും ടൈത്തിങ് ആൻഡ് ഓഫറിങ്. നിങ്ങൾ യേശുവിനെ വിളിച്ചതുകൊണ്ട് സാമ്പത്തിക മേഖല ശരിയാകത്തില്ല. അല്ല, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു യേശുവിനെ വിളിക്കുകയാണ് ശരിക്കും ഭയങ്കരമായിട്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് ഉയരാൻ പോകുമെന്ന് പറഞ്ഞാൽ, നോ, ഇറ്റ് ഡസൻ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഗോഡ് നെവർ വയലേറ്റ് ഹിസ് പ്രിൻസിപ്പിൾസ്. ഹല്ലേലൂയ. യേശുവെ എന്ന് 10,000 പ്രാവശ്യം വിളിച്ചാലൊന്നും സാമ്പത്തിക മേഖല ശരിയാകാനുള്ള പ്രിൻസിപ്പിളുണ്ട്. ആ പ്രിൻസിപ്പിൾ ഈസ് ഗിവിങ്, കൊടുക്കുക. അതാണ് ശരിക്കും. ഹല്ലേലൂയ. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള എൻലൈറ്റ്മെൻറ്റ് ശരിക്കും വളരെ 2019 ഞാൻ പറഞ്ഞു. പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവ് അത് തന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ ശരിക്കും നാട്ടിലൊക്കെ ശരിക്കും നമ്മൾ ഈവൻ ഹിന്ദു ഹോട്ടലുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ, ഹിന്ദു സഹോദരന്മാരുടെ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, അവർ ആഹാരമൊക്കെ കൊടുക്കുമ്പോൾ ഒരു പിടുത്തമില്ല. അവർ ജസ്റ്റ് ഫ്രീലി ദേ ഗിവ്. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നത് ശരിക്കും? ഹല്ലേലൂയ. അതേസമയം നമ്മുടെ ക്രിസ്ത്യൻ ഹോട്ടലുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ക്രിസ്ത്യൻ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ചോറിടുമ്പോഴാണെങ്കിലും ഒന്ന് പിടിച്ചേ ഇടത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്ന് പിടിച്ചേ ഇടത്തുള്ളൂ. വാട്ട് അബൌട്ട് ചാരിറ്റി സിസ്റ്റർ? അതിനെക്കുറിച്ചാണ് നമ്മുടെ സൂം മീറ്റിങ്ങിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. നമ്മൾ നാളെ അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യും, ചാരിറ്റി സംഭവങ്ങൾ. ഓക്കെ, അതായത് നമ്മൾ ഒരു ക്രിസ്ത്യൻ ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചോറൊക്കെ ഇടുമ്പോൾ, കറിയൊക്കെ ഇടുമ്പോൾ ഒന്ന് പിടിച്ച് കിടത്തുള്ളൂ. നോക്കിക്കോ, അങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ ബ്രോക്കൺ ആയിരിക്കും. ഹല്ലേലൂയ. അതേസമയം ചില ഹിന്ദു ഹോട്ടലുകളൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെജിറ്റബിൾസ്, കറികൾ അവർ ഫ്രീ ആയിട്ട് കൊടുക്കും. ബിക്കോസ് ദെയർ ഇസ് എ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ഗീവ് ദ മോർ വിൽ കം ടു യു. ഇറ്റ്സ് എ 100% പ്രൂവൺ പ്രിൻസിപ്പിൾ. ഞാൻ ആരോടൊക്കെ അതിനോട് സംസാരിച്ചിട്ടുണ്ടോ, ടൈറ്റ്സ് ആൻഡ് ഓഫറിങ് മര്യാദയ്ക്ക് ഒരിക്കലും കർത്താവിൻ്റെ പണം സ്റ്റീൽ ചെയ്യാത്ത എല്ലാ വ്യക്തികളുടെയും ഫൈനാൻസസ് ഇറ്റ് ഈസ് വെരി സ്റ്റേബിൾ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ അത് കൊടുക്കാതെ ഇപ്പോൾ എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ടുമോറോ യു വിൽ ലൂസ് ഇറ്റ് ഡെഫിനറ്റ്ലി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആ സ്പിരിച്വൽ പ്രോഗ്രാമിങ്, ദൈവത്തിൻ്റെ സിസ്റ്റം ദാറ്റ് വിൽ മേക്ക് ഷുവർ ദാറ്റ് യുവർ മണി ഈസ് ലോസ്റ്റ്. ഒരു മയവും കൂടാതെ, യേശുവിനെ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവർ പ്ലീസ് ദയവ് ചെയ്ത് ബ്രദറിൻ്റെ ഫൈനാൻസ് ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ആരെയും വിളിച്ച് ഫൈനാൻസ് മേഖല ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഗിവ് ടു ദ വർക്ക് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വേലയ്ക്കും ദശാംശവും ഓഫറിങ്ങും നിങ്ങൾ കൊടുത്തു നോക്കുക.
മലാക്കി പ്രവചന പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് എന്നെ പരീക്ഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആ മേഖലയ്ക്കകത്ത് എന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിനകത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ മലാക്കി പ്രവചനത്തിൻ്റെ പുസ്തകത്തിനകത്ത് നിന്ന് ആ പേജ് നിങ്ങൾ കീറിക്കളാം. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട വരത്തില്ല. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഹാലലി. ഇറ്റ്സ് എ വെരി ബിഗ് തിങ്, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഫൈനാൻസ് മേഖല ശരിയാക്കാൻ വേണ്ടി യേശുവേ എന്ന് 10,000 പ്രാവശ്യം 10,000 ദിവസം വിളിച്ചാലും ഐ എം ഷുവർ അത് ശരിയാകാനുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗിവിങ് ആണ്. ഗിവിങ്. വെൻ യു സ്റ്റാർട്ട് ടു ഗിവ്. ഇപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഭയങ്കരമായിട്ട് സാമ്പത്തിക തകർന്നിരിക്കുക. ആ തകർന്ന അവസ്ഥയിൽ കൊടുക്കുക. പുതിയ നിയമത്തിനകത്ത് നമുക്കറിയാം ഒരു പാവപ്പെട്ട സ്ത്രീ പണ്ടാരത്തിൽ വന്ന് എല്ലാവരും പൈസ ഇടുകയാണ്. പക്ഷേ ആ പാവപ്പെട്ട സ്ത്രീ എന്താ ചെയ്തത്? അവളുടെ ഇല്ലായ്മയിൽ നിന്ന് 2 തുട്ട്. അവൾക്ക് ആകെ കൂടെ അവളിലുള്ളത് എന്താണ് ശരിക്കും? ആ 2 തുട്ട്. അപ്പോൾ യേശു പറഞ്ഞ എന്താണ്? അവൾ മറ്റെല്ലാവരെയും കൂടുതലായി ഇട്ടു. ഹല്ലേലൂയ. നിങ്ങളുടെ വരുമാനം 100 രൂപയുള്ളൂ, 10 രൂപ മാറ്റി വെക്കുക പ്രിയപ്പെട്ട മക്കളെ. ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. കാരണം ഗോഡ് വിൽ നെവർ വയലേറ്റ് ഹിസ് പ്രിൻസിപ്പിൾ. അവൻ്റെ രീതികളെ, സിസ്റ്റത്തെ ദൈവം വയലേറ്റ് ചെയ്യത്തില്ല. എൻ്റെ ലൈഫിനകത്ത് ഞാൻ പറയണം, ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് ഇത്രയൊക്കെ ഞാൻ IT മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്തെങ്കിലും ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്തുള്ള ബ്രോക്കൺനെസ്, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് ശരിക്കും ഐ ഹാവ് റോബ്ഡ് മണി. ഗോഡ്സ് മണി ഹാസ് ബീൻ റോബ്ഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കർത്താവിനോട് പറയുമായിരുന്നു ശരിക്കും ഐ വിൽ റെസ്റ്റിറ്റ്യൂട്ട്. അതിനകത്ത് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സംഭവം വളരെ തിരിച്ചു കൊടുക്കണം. അത് ഇപ്പം നിങ്ങളായിരിക്കുന്നു. അപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളെ നിങ്ങൾ മോഷ്ടിച്ചത് എത്രയാണോ അത്രയും നിങ്ങൾ റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദൈവത്തിൻ്റെ വർക്കിന് വേണ്ടി കൊടുക്കണം. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മറ്റൊരു ടോപ്പിക്ക് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, പാവങ്ങളിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, വിധവകളിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ തന്നെ എന്താണ് ശരിക്കും ഇറ്റ് ഈസ് എന്തോ ഒരു കേഴ്സ് ട്രിഗർ ചെയ്യാനുള്ള ഒരു കാരണമാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞ സംഭവം ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ക്യാൻസർ, സ്കിൻ ഡിസീസ്, മെൻ്റൽ ഇഷ്യൂസ്, ദേ ആർ ഓൾ എന്ന് പറഞ്ഞ ജനറേഷൻ. നമുക്കറിയാം നമ്മൾ ഡോക്ടറുടെ ഒക്കെ പോകുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഐ ജസ്റ്റ് വാണ്ട് ടു ഫിനിഷ് ദിസ് ടോപ്പിക് ടുഡേ. ദ നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം നമുക്ക് ഡെലിവറൻസ് സർവീസ് ചെയ്യാമല്ലോ. അപ്പം അല്ലല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് അതങ്ങ് തീർക്കുന്നത്. കാരണം നാളെ ആരെങ്കിലും ഈ വീഡിയോ പിന്നെയും കാണുമ്പോൾ ദാറ്റ് വിൽ ഹെൽപ്പ് ദം. അപ്പോൾ ഉദാഹരണം നമ്മളൊരു ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ ഷുഗർ കൂടുതലാണ്. ആദ്യം ചോദിക്കുന്നത് അപ്പനും അമ്മയ്ക്കോ വല്ലതും ഷുഗർ ഉണ്ടായിരുന്നോ എന്നല്ലേ ചോദിക്കുന്നത്. കൊളസ്ട്രോളാണ്, അപ്പനെങ്ങാനും കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സോ ദേ ആർ ഓൾസോ അക്സെപ്റ്റിംഗ് ദ ജനറേഷണൽ ബ്ലഡ് ലൈൻ ഇഷ്യൂസ്. ഹല്ലേലൂയ. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള രോഗത്തെ ജനറേഷനിലൂടെ കടന്നു വരാമെങ്കിൽ എത്രയോ അധികമായി ജനറേഷണൽ കേഴ്സസ്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? ദേർസ് നോ പ്രോബ്ലം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹാബിറ്റ്സ്. ഹല്ലേലൂയ. ജനറേഷണലായിട്ട് കിട്ടുന്ന ഹാബിറ്റ്സുകൾ. ഇപ്പം ഡ്രിങ്കിങ്, ആൽക്കഹോളിസം. അപ്പൻ മദ്യപാനിയായിരുന്നു, മകൻ മദ്യപാനിയാണ്, മകൻ്റെ മകൻ മദ്യപാനിയാണ്. ഹല്ലേലൂയ. അൺകൺട്രോളബിൾ ആങ്കർ, കണ്ടമാനമുള്ള ദേഷ്യം. വല്യപ്പൻ ഭയങ്കര ദേഷ്യ സ്വഭാവക്കാരനായിരുന്നു. നമ്മൾ പറയുന്നുണ്ട് മകൻ വല്യപ്പനെ പോലെ തന്നെയാണെന്ന് പറയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ചില സെക്ഷുവൽ പാഷൻസ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ഹാബിറ്റ്സൊക്കെ ശരിക്കും എന്ത് പറയുന്നത് ശരിക്കും അതൊക്കെ ജനറേഷണലായിട്ട് കടന്നു വരും. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കൾ, അപ്പോൾ ജനറേഷണൽ കേഴ്സസ് ദേ ആർ വെരി റിയൽ. ഹല്ലേലൂയ. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, ഡീൽ ചെയ്യണം. ഓരോ വ്യക്തികളുടെ ലൈഫിനകത്ത് യു ഇവാലുവേറ്റ്. എൻ്റെ ഈ ലൈഫിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആ ഒരു ചോദ്യത്തിനകത്തു നിന്നാണ് ശരിക്കും നിങ്ങളുടെ ഡെലിവറൻസ് ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ ചോദ്യം വരുമ്പോഴാണ് ശരിക്കും ഞാൻ എപ്പോഴൊക്കെ ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ചോദ്യം എൻ്റെ മുമ്പിൽ എപ്പോഴുണ്ട്. വൈ ദിസ് ഈസ് ഹാപ്പനിങ്? ദെൻ ഐ ടുക്ക് എ 7 days ഫാസ്റ്റ്. 7 ദിവസത്തെ ഫാസ്റ്റ് എടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ആ ചോദ്യത്തിനകത്ത് എന്തുകൊണ്ട് എൻ്റെ ലൈഫിനകത്ത് ഞാൻ നീതിയോടെ ജീവിക്കുന്നു? എന്നെ കാണുന്ന പല വ്യക്തികളും യു ആർ ലിവിങ് എ വെരി ഹോളി ലൈഫ്. ഹല്ലേലൂയ. നിങ്ങൾ യേശു കർത്താവിനെ വിശ്വസിക്കുന്നു, വാട്ടർ ബാപ്റ്റിസം എടുത്തവരാണ്, ഭാഷാവിടുത്തെ സ്തുതിക്കുന്നവരാണ്, പ്രാർത്ഥന കേൾക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. സ്റ്റിൽ ദീസ് പ്രോബ്ലംസ് ആർ ഹാപ്പനിങ്. വൈ? ആ ക്വസ്റ്റ്യനാണ് ശരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇങ്ങനെയുള്ള ഒരു സീരീസിലേക്ക്, ഒരു കാര്യത്തിലേക്ക് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് തരുന്നത്. അപ്പോൾ അതിനകത്തും നമ്മൾ ഡെലിവറൻസ് എടുക്കണം. ഡെലിവറൻസ് എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് കർത്താവ് ഈ മേഖലയ്ക്കകത്തുനിന്ന് നിങ്ങളെ വിടുവിക്കാനിടയാകും, നിങ്ങളെ ഡെലിവർ ചെയ്യാനിടയാകും. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഹല്ലേലൂയ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കായിട്ട് നന്ദി പറയുന്നു. ഇത്ര സമയം എൻ്റെ ഈ ഒരു ബ്ലാ 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 കേട്ടോണ്ടിരിക്കാൻ നിങ്ങൾ കാണിച്ച ക്ഷമയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഇന്ന് പാർട്ട് 3 ആണ് ശരിക്കും. ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് റെഡി ഫോർ ദ ഡെലിവറൻസ് സർവീസ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ, ഈ വരുന്ന ദിവസങ്ങൾക്കകത്ത് എന്നെ കാണുന്നവരെ കേൾക്കുന്ന ദൈവത്തെ ശുശ്രൂഷകൾ നിങ്ങൾക്കറിയാവുന്ന മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്താട്ടെ. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ
അടുത്ത വെള്ളിയാഴ്ചയല്ല, അതിനടുത്ത ആഴ്ച നമ്മൾ ഇതിൻ്റെ ഡെലിവറൻസ് സർവീസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൽ ഡ്രീംസിൻ്റെ ഡെലിവറൻസ് സർവീസ് പോലെ അല്ല ശരിക്കും ജനറേഷണൽ കേഴ്സസിൻ്റെ സംഭവം. ഏൻഷ്യൻ സ്പിരിറ്റ്സ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സായിട്ട് ഫാമിലി ലൈനുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്പിരിറ്റാണ് ശരിക്കും. നമ്മൾ അതിനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് ടു ഗെറ്റ് റിയലി പ്രിപ്പയർഡ്. ഈ ദിവസങ്ങൾക്കകത്ത് ഞാൻ ഈ പറഞ്ഞ മേഖലകൾക്കൊക്കെ അകത്ത് നിങ്ങളുടെ ലൈഫ് ആയിരിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് അസസ് ചെയ്താട്ടെ, ഫാസ്റ്റിംഗ് എടുത്താട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, കർത്താവിനോട് പറഞ്ഞാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഉയരുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് അതിൻ്റെ സിഗ്നൽ തരും. സോ വി വിൽ ഡു ദാറ്റ്. ഹല്ലേലൂയ. അടുത്ത ആഴ്ച, കാരണം അടുത്ത ശനി ഞായറും ഞാൻ അവൈലബിൾ അല്ല. അടുത്ത വെള്ളിയാഴ്ച മാത്രം നമുക്ക് അടുത്ത ആഴ്ച ഒറ്റയൊരു ശുശ്രൂഷയേ ഉണ്ടാകത്തുള്ളൂ. അടുത്ത വെള്ളിയാഴ്ച അത് ഹീലിംഗ് സർവീസ് ആയിരിക്കും. അതിനടുത്ത ആഴ്ചയിൽ നമുക്ക് വെള്ളിയാഴ്ച കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മളിതിൻ്റെ ഡെലിവറൻസ് സർവീസ് ചെയ്യും. നമ്മൾ അനൗൺസ് ആൻഡ് റെനൗൺസ് ചെയ്യും. പിന്നെ ആ സ്പിരിറ്റുകൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കും. ഫാസ്റ്റിംഗ് എടുക്കണം, പ്രാർത്ഥിക്കണം, എല്ലാവരും ഒരുമിച്ച് റെഡിയാകണം. ദ ലോർഡ് ജീസസ് വിൽ ഡെലിവർ. ഹീ ഈസ് ദ ഡെലിവറർ. കർത്താവാണ്. ദൈവമക്കളുടെ അവകാശമാണ് ഡെലിവറൻസ്. ഹല്ലേലൂയ. അത് ശരിക്കും യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുടെ അല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ അവകാശമാണ് ഹീലിംഗ്, ഡെലിവറൻസ്, ഇതെല്ലാം തന്നെ. ഓൾറൈറ്റ്. ഞാൻ വളരെ ശരിക്കും ഒരു പ്രീച്ചിങ് പോലെ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് വാണ്ട് ടു സ്കെയർ പീപ്പിൾ. ആൾക്കാരെ അത് പറഞ്ഞു പേടിപ്പിക്കുക. ആൾക്കാർ പറയും ഇവന് ഇവിടെ ഇരുന്ന് ഞങ്ങളെല്ലാം പറഞ്ഞു പേടിപ്പിക്കുകയാണ്. നോ, ദിസ് ഈസ് എ റിയാലിറ്റി. പ്രിയപ്പെട്ട നിയമങ്ങളെ, ഞാൻ പറയുകയാണ് ശരിക്കും എൻ്റെ ആത്മീയ ലൈഫിനകത്ത് കഴിഞ്ഞ 14 വർഷത്തിനകത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെക്കുറിച്ചോ ഇങ്ങനൊരു മേഖലയെക്കുറിച്ചോ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഐ ഹാവ് നെവർ. ഇപ്പോൾ സെക്ഷൽ ഡ്രീംസ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ഗോൺ ത്രൂ സച്ച് ഇഷ്യൂസ്. സോ ഐ സ്റ്റാർട്ടഡ് ടു ഫൈൻഡ് ഔട്ട് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വിശുദ്ധിയോടെ ഞാൻ ജീവിക്കുന്ന, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, എന്നിട്ടും അത് സംഭവിക്കുന്നത് എന്താണ്? ആ അന്വേഷണത്തിനകത്തു നിന്നാണ് ശരിക്കും എനിക്ക് പല സീക്രട്ടുകളും പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നത്. ഹല്ലേലൂയ. ഇവിടെ ആ സീക്രട്ടുകളൊന്നും ശരിക്കും നിങ്ങൾ ഒരു വീഡിയോയ്ക്കകത്തും കാണാൻ സാധ്യതയില്ല. ഈ ശരിക്കും സെക്ഷൽ ഡ്രീംസിൻ്റെ വീഡിയോകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഡീമൺസ് ഉണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ ഒരു ഇവിൾ ഓൾട്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സീക്രട്ട് അതാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, ഞാനെങ്ങനെ കേട്ടിട്ടില്ല. ബിക്കോസ് ദെയർ ഈസ് എൻ ഈവിൾ ഓൾട്ടർ. അപ്പോൾ അതുപോലെ തന്നെ ശരിക്കും ഇങ്ങനൊരു സബ്ജക്റ്റ് ഒരിക്കലും എൻ്റെ ചിന്തയിലെങ്കിലും ഇല്ലാത്ത സംഭവമായിരുന്നു. നമുക്കറിയാം ഈ വർഷം തുടങ്ങിയപ്പം ബുക്ക് ഓഫ് റെവലേഷൻ പറയണമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഞാനാണ് ശരിക്കും. ഹോളി സ്പിരിറ്റ് ഇസ് ലീഡിങ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. കാരണം നിങ്ങളുടെ ലൈഫിനകത്ത് ഈ ഡെലിവറൻസ് വേണമെന്ന് കർത്താവിൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് അതിലേക്ക് നയിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് പോലും ഈ ദിവസങ്ങളിലാണ് കിട്ടുന്നത്. ഞാൻ ശരിക്കും ഈ മേഖല കൂടുതൽ ഫോക്കസ് ചെയ്ത് സ്റ്റഡി ചെയ്യാൻ കാരണമായി. അപ്പോൾ അതുമല്ല, പിന്നെ ഡെലിവറൻസ് സർവീസ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഇൻസൈറ്റ് കിട്ടുന്നത്. കൂടുതൽ ഇൻസൈറ്റ്. വൈ ദ ഡീമൺസ് ആർ ഹോൾഡിങ് ഓൺ. അവരെന്തുകൊണ്ടാണ് ഡീമൺസ് വിട്ടുപോകാത്തതിൻ്റെ കാര്യം. സോ അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കൂടുതൽ ലഭിക്കാനിടയായത്. എന്തായാലും കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. കാരണം പല മേഖലകൾക്കകത്തുനിന്നും ഇനിയിപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വിഷയം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, യെസ്, ദിസ് ഈസ് ദിസ് പ്രോബ്ലം. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്താൽ, അതിൻ്റെ പിന്നിലുള്ള സ്പിരിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ ഇറ്റ്സ് വെരി ഈസി. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ഒറ്റ സമയം കൊണ്ട് അത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ചിലപ്പോൾ സംടൈംസ് വി ഹാവ് ടു കണ്ടിന്യൂസ്ലി പുഷ്, കണ്ടിന്യൂസ്ലി അറ്റാക്ക്. ഹല്ലേലൂയ. ദെൻ ഹി വിൽ ലീവ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടിയായിരുന്ന